ഈ മാസം 15-ാം തീയതി നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിനും അതുപോലെ തന്നെ 29-ാം തീയതി നടക്കാൻ പോകുന്ന പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എന്ന പരീക്ഷയ്ക്കും വേണ്ടി നമ്മൾ നടത്തുന്ന മെഗാ റിവിഷനാണ് ഈ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2024 ഇതുവരെ ചോദിച്ച എല്ലാ ഇംഗ്ലീഷ് ചോദ്യങ്ങളും നമ്മൾ വിശകലനം ചെയ്യുന്നു. ഓരോ ക്വസ്റ്റ്യനും വായിച്ച് അതിൻ്റെ ആൻസറും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യം തന്നെ പറയട്ടെ, ഇതെന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. പരീക്ഷ നടന്ന തീയതി 13/2/2024. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ഇത് എന്തായിരിക്കും? നമുക്കറിയാം, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്നു എങ്കിൽ നമ്മൾ ഷാൾ വി എന്ന് എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഷാൾ വി ആൻസർ ആയിട്ട് എഴുതാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ലെറ്റസിൽ തുടങ്ങിയിട്ട് ഏറ്റവും അവസാനമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്ലീസ് എന്ന് പറയുന്ന വാക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ ഷാൾ വി എഴുതാൻ പാടില്ല. നമ്മൾ എന്ത് എഴുതാവൂ? വിൽ യു എ എഴുതാവൂ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോണം. ഇവിടെ നമുക്ക് വിൽ യു എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല, കാരണം ഇവിടെ പ്ലീസ് എന്ന് പറയുന്ന സംഭവമില്ല. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പ്ലീസ് എന്ന് പറയുന്നൊരു വാക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ഷാൾ വി ആയിരിക്കും. അടുത്ത ചോദ്യം, ഐ വെന്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. ഇവിടെ എന്തായിരിക്കും ആൻസറായി വരിക? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്കിവിടെ എയോ ദായോ എഴുതാം. കാരണം ഈ നാഷണൽ പാർക്കിന്റെ പേരെടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എയോ എഴുതാം. ഇനി ഇവിടെ പറയുന്ന ആള് ഇന്ന പാർക്കാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നു എന്ന രീതിയിൽ പറയുന്നുവെങ്കിൽ അവിടെ ദാ ഉപയോഗിക്കാം. എന്തായാലും ഇവിടെ PSCയുടെ ആൻസർ കീ കൊടുത്തിരിക്കുന്നത് ദായാണ്. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇനി ഏതെങ്കിലും ഒരു പരീക്ഷയിൽ അല്ലെങ്കിൽ നമ്മുടെ LDCയോ LPUP പരീക്ഷയിൽ ആവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ആൻസർ അവിടെ ദ ആയിരിക്കണം. കാരണം PSCയുടെ ആൻസർ കീയിൽ ദയാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യം, സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രെയിറ്റ് ആരോ. അത് ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുന്ന ആ ഇഡിയത്തിന്റെ അല്ലെങ്കിൽ ആ ഫ്രേസിന്റെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി പേഴ്സൺ ആണോ, അതോ ആൻ ഇവിൽ പേഴ്സൺ ആണോ, ആൻ ആങ്ഷ്യസ് പേഴ്സൺ ആണോ, ആൻ ഔട്ട്ഡേറ്റഡ് പേഴ്സൺ ആണോ? എന്തായിരിക്കും? ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ എന്നുള്ളതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എ സ്ട്രെയിറ്റ് ആരോ നമ്മൾ മനസ്സിലാക്കി വെക്കുക. സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കിട്ടും സംഭവം എന്താണ്? സത്യസന്ധനായിട്ടുള്ള, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി, അല്ലേ? അതായിരിക്കും ആൻ ഓണസ്റ്റ് ആൻഡ് ജെന്യൂൻ, അല്ലെങ്കിൽ ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ എന്നുള്ളതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. നമുക്കറിയാം ഇഫ് ക്ലോസ് പൊതുവെ 4 എണ്ണമാണുള്ളത് ഇഫ് ക്ലോസിൽ. ഒക്കെയാണ് ഇഫ് ക്ലോസ് ഇൻ സീറോ കണ്ടീഷൻ, ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസന്റ്, ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റ്, ഇഫ് ക്ലോസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സീറോ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വ്യക്തമാണ്, അവിടെ കണ്ടീഷൻസ് ഇല്ല. അതായത് നമ്മൾ പൊതുവായിട്ടുള്ള വസ്തുതകൾ പറയുന്ന സമയത്താണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇഫ് ക്ലോസ് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും പൊതുവായിട്ടുള്ള വസ്തുതകൾ കുറിച്ച് പറയുമ്പോഴാണ്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഇഫ് ക്ലോസും അതുപോലെ തന്നെ മെയിൻ ക്ലോസും സിമ്പിൾ പ്രസന്റ് തന്നെയായിരിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ അല്ല പറയുന്നത്. ഇവിടെ ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇഫ് യു വർക്ക് ഹാർഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇഫ് ക്ലോസിന് ശേഷം വരുന്ന മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം? വിൽ ഓർ ഷാൾ പ്ലസ് V1 എന്ന രീതിയിൽ വരണം. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ വിൽ സക്സീഡ് എന്നുള്ളതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. ഇനി ഇവിടെ ഇഫ് യു വർക്ക്ഡ് ഹാർഡ് എന്നായിരുന്നെങ്കിലോ, അത് സിമ്പിൾ പാസ്റ്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് യു വുഡ് സക്സീഡ് എന്ന് എഴുതാമായിരുന്നു.
ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ യു വുഡ് ഹാവ് സക്സീഡഡ് എന്ന് വന്നേനെ. നമ്മുടെ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ വിൽ ഹാവ് സക്സീഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ നമുക്ക് ഇല്ല. ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുത്തുള്ളൂ. ഇത് വരുന്നത് എപ്പോഴും ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആകുമ്പോഴാണ്. ഓക്കെ, ഇത് വരുന്നത് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആകുമ്പോഴാണ്. ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ്, അതുകൊണ്ടാണ് യു വിൽ സക്സീഡ് എന്നായത്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ യു വുഡ് ഹാവ് സക്സീഡ് എന്ന് പറയും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇഫ് ക്ലോസ് ഏതെങ്കിലും വസ്തുതകളോ പൊതുവായിട്ടുള്ള വസ്തുതകളോ അല്ലെ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം വരേണ്ടത് അതിനുശേഷം വരേണ്ടത് സിമ്പിൾ പ്രസന്റ് തന്നെയായിരിക്കും. രണ്ടിടത്ത് സിമ്പിൾ പ്രസന്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് 65ാമത്തത്, ഇതൊരു ഫോറിൻ വേർഡാണ്, ഫോക്സ് പാസ്. എന്താണ് ഫോക്സ് പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ആൻ എംബ്രാസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം മണ്ടത്തരം. നമുക്ക് പറയാം ഏതെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയുക എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ നമ്മൾ ഫോക്സ് പാസ് എന്ന് പറയുന്നത്. An embarrassing or tactless act or remark in a social situation. ഇത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ഇത്തരത്തിൽ വൺ വേർഡ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ എന്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഫോക്സ് പാസ് എന്ന് എഴുതാം. നോക്കുക, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇത് PSC എപ്പോഴും ആവർത്തിക്കുന്നതാണ്, പണ്ട് തൊട്ടേ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ബൂർഷ എന്ന് പറയുന്നത്. നമ്മളിനി എത്രയൊക്കെ പഠിച്ചാലും ചിലരൊക്കെ ഇത് തെറ്റിക്കും അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ബൂർഷ എന്ന് പറയുമ്പോൾ തുടക്കം എങ്ങനെ ആയിരിക്കണം? BOUR എന്നായിരിക്കണം. ഇവിടെ അല്ലെങ്കിൽ BOURG. രണ്ട് പാർട്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. തെറ്റാൻ സാധ്യതയുള്ളതായിട്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ട് തരംതിരിക്കാം. ഒന്നുകിൽ ഇവിടെ ആയിരിക്കും PSC തെറ്റിച്ചെഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും PSC തെറ്റിച്ചെഴുതി. യഥാർത്ഥ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്. BOURGEOIS. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് എത്രയും ഭാഗം. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ രണ്ടാമത്തെ പാർട്ട് നോക്കുമ്പോൾ O അധികം തെറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടാണ് തെറ്റിച്ച് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഫസ്റ്റ് പാർട്ട് ഓക്കെയാണ്, ഇവിടെയും സെക്കൻഡ് പാർട്ടാണ് തെറ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് BOURGEOIS. അതാണ് കറക്റ്റ് ആൻസർ, കറക്റ്റ് സ്പെല്ലിംഗ്. അടുത്ത് നോക്കുക, യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത് മോഡൽ ഓക്സിലറി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മേ, ക്യാൻ, നീഡ് ടു, മസ്റ്റ്. മേ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സാധ്യതയെ സൂചിപ്പിക്കാൻ. ക്യാനോ കഴിവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാം. പിന്നെ എന്തിനോട് നമ്മൾ ഉപയോഗിക്കാം? വ്യക്തമായ അല്ലെങ്കിൽ ഉറപ്പായ സാധ്യതകളെ സൂചിപ്പിക്കാൻ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. നീഡോ ആവശ്യകതയെ സൂചിപ്പിക്കാം. മസ്റ്റ് എന്താണ്? വളരെ അത്യാവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഉപദേശം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഇത് ഒരു അഡ്വൈസ് ആണ്. സോ നമുക്കിവിടെ യു മസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. നേരത്തെ നെയ്തർ നോർ വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ഇത്. ആക്ച്വലി കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നെയ്തർ നോർ വെച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോറിന് ശേഷം വന്നിരിക്കുന്ന എയ്തർ ഓർ ആകുമ്പോഴും അങ്ങനെയാണ്. എയ്തർ ഓറോ നെയ്തർ നോറോ വരുമ്പോൾ ഓറിന് ശേഷമോ അല്ലെങ്കിൽ നോറിന് ശേഷമോ വന്നിരിക്കുന്നതിനെ വെച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമുക്ക് രാം സിംഗുലർ ആണ്, അതുകൊണ്ട് നമുക്ക് സിംഗുലർ ആയിട്ടുള്ള എഴുതാവൂ. ഇവിടെ നമ്മൾ വാസും ഉണ്ട്, ഈസും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഒപ്പം തന്നെ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് വേർഡ് എടുത്ത് പറയുന്നില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മൾ എപ്പോഴും പ്രസന്റ് ടെൻസിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഈസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, രാഹുൽ സെഡ് ഐ ലീവ് ഇൻ ചെന്നൈ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്.
നമുക്ക് എഴുതാം. ഇവിടെ നോക്കും ഐ ലീവ് ഇൻ ചെന്നൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് സെഡ് ദാറ്റ് എന്നോ ടോൾഡ് ദാറ്റ് എന്നോ എഴുതാം. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട്, ഈ ഭാഗത്ത് ഒരു പ്രത്യേകിച്ച് ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സെഡ് ദാറ്റ് എന്ന് തന്നെ എഴുതാം. ഇപ്പൊ രാഹുൽ സെഡ് ദാറ്റ്. ഐ എന്തായി മാറും? ഹി ആയി മാറും, കാരണം രാഹുലാണ് പറയുന്നത്. ഈ ലീവ് സിമ്പിൾ പ്രസന്റ് ആണ്, അതെന്താവണം? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ലീവ്ഡ് എന്ന് വരും, പിന്നെ ഇൻ ചെന്നൈ. അപ്പൊ രാഹുൽ സെഡ് ദാറ്റ് ഹി ലീവ്ഡ് ഇൻ ചെന്നൈ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സിനോണിം ഫോർ ദ വേർഡ് പ്രിപ്പോസ്ട്രസ്. പ്രിപ്പോസ്ട്രസ് എന്ന് പറയുന്ന വാക്കിന് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അല്ലെങ്കിൽ അട്ടർലി അബ്സെർഡ്. കോമൺ സെൻസിനോ അല്ലെങ്കിൽ യുക്തിക്കോ നിരക്കാത്തത്, അല്ലെങ്കിൽ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിപ്പോസ്ട്രസ് എന്ന് പറയും. ഇവിടെ നമ്മൾ നോക്കുന്നത് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി 10/2/2024 ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അതായത് 10/2/2024 വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി PSC നടത്തിയ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അനിത റയർലി ആൻസേഴ്സ്. എന്താണ് ഇവിടെ? നമുക്ക് ആൻസേഴ്സ് എന്ന് പറയുന്ന വെർബ് തന്നിട്ടുണ്ട്, ഒപ്പം റയർലി എന്ന് പറയുന്ന വേർഡും തന്നിട്ടുണ്ട്. ഈ റയർലി എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? എയും സിയുമാണ്. ഇത് രണ്ടും നെഗറ്റീവ് ആണ്, ഇത് നമുക്ക് വേണ്ട. ഡസ് ഷീ ആണോ ഡിഡ് ഷീ ആണോ? ഇവിടെ നോക്കാം. ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ എസ്സിൽ അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വെർബിന്റെ ശേഷം എസ് എന്ന് അവസാനിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡസ് ഉണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്ന വെർബിനോട് കൂടി ഡസ് ചേർത്താണ് ആൻസേഴ്സ് എന്നായത്. അവിടുത്തെ സഹായക്രിയ ഏതാണ്? ഡസ് ആണ്. ഓക്കെ, ഡസ് വരണം. പിന്നെ അനിതയുടെ എന്താണ്? പ്രൊനൗൺ എന്താണ്? ഷീ. അങ്ങനെ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഇഫ് ഐ ഡാഷ് ദ പ്രൊജക്ട് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി. അപ്പൊ ഇതെന്ന് പറയുക ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇവിടെ ഒക്കെ കുഡ് ഹാവ് മെയ്ഡ് എന്ന് തന്നിട്ടുണ്ട്. അതായത് കുഡ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ് പ്ലസ് V3, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 എന്ന രീതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഫ് ക്ലോസ് എന്തായിരിക്കണം? ഏത് ടെൻസിന്റെ ഇഫ് ക്ലോസ് ആയിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഇഫ് ക്ലോസ് ആയിരിക്കണം, അല്ലെ? ഇവിടെ നോക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമുക്ക് വരേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3 ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഹാഡ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹാഡ് ഉണ്ട്, പക്ഷെ അതിനുശേഷം ബീനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു സംശയം, ബീൻ എന്ന് പറയുന്നത് V3 ആണോ? ബീൻ V3 ആണ്. എന്തിന്റെ V3 ആ? ബി എന്ന് പറയുന്ന വെർബിന്റെ, ബി ആകുക എന്നർത്ഥം വരുന്ന ബിയുടെ V3 ഫോം ആണ് ബി. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാഡ് ബീൻ. ഇതാണ് ഹാഡ് ബീൻ. അടുത്ത ചോദ്യം. നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. ഇതാണ് ചോദ്യം. ഇത് വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? നെവർ എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡിലാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സെന്റൻസ് ഒരു നെഗറ്റീവ് വേർഡിൽ തുടങ്ങുകയാണെങ്കിൽ പിന്നീട് വരേണ്ട ഭാഗം എങ്ങനെയായിരിക്കണം? ഇൻറ്ററോഗേറ്റീവ് സ്റ്റൈലിലായിരിക്കണം. ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് സ്റ്റൈലിൽ വരാൻ പാടില്ല. നമ്മൾ എങ്ങനെ ആയിരിക്കും എഴുതേണ്ടത്? ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ. ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. അതിനുശേഷമേ സബ്ജക്റ്റ് വരാവൂ. ഇവിടെ തന്നിരിക്കുന്നത് ഐ ഹാവ് എന്ന് പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, പിന്നീടാണ് സഹായക്രിയ വന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ഇവിടെ സബ്ജക്റ്റ് ഇല്ല. ഹാവ് ബീൻ എന്ന് പറഞ്ഞ ഒറ്റ സഹായക്രിയ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഐ സബ്ജക്റ്റ്, പിന്നെ ഹാഡ് എന്ന് പറയുന്ന സഹായക്രിയ വന്നിരിക്കുന്നു. അപ്പം അങ്ങനെയും വരാൻ പാടില്ല, കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് ഫോമാണ്. അതായത് നമ്മൾ സിയിൽ നോക്കുമ്പോൾ ഹാവ് വന്നിട്ടുണ്ട്, അതായത് സഹായക്രിയ വന്നിട്ടുണ്ട്, അതിനുശേഷം സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഹാവ് ഐ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഈ നെവറിന് പകരം ഏത് നെഗറ്റീവ് വേർഡും വരാം. ഇപ്പം നോ സൂണർ ദാൻ എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്,
സ്കേഴ്സ്ലി എന്ന് തുടങ്ങിയാണെങ്കിലോ, നെവർ എന്ന് തുടങ്ങിയാണെങ്കിലോ, നൺ എന്ന് തുടങ്ങിയാണെങ്കിലോ, നോർ എന്ന് തുടങ്ങിയാണെങ്കിലോ, അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ്, റെയർലി എന്ന് പറഞ്ഞു തുടങ്ങിയോ, അല്ലെ, അങ്ങനെയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം നമ്മൾ എഴുതേണ്ട ആശയം, ആ ആശയം പറയുന്ന സമയത്ത് അവിടെ ഒരു സഹായക്രിയ ഉണ്ടാവുമല്ലോ. ആ സഹായക്രിയ ആയിരിക്കും നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതും. നെവർ ഹാവ് ഐ ഹേർഡ് സച്ച് എ സ്റ്റോറി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നിഹാരിക ക്യാൻ സോൾവ് ദ ക്രൈസിസ് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പൊ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ചോദ്യമാണ്. കാരണം ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസോ അല്ലെങ്കിൽ ഇംപറേറ്റീവ് സെന്റൻസോ അല്ല, പകരം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന അപ്പൊ എന്തായിരിക്കും? ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്തിലായിരിക്കും തുടങ്ങുന്നത്? സബ്ജക്റ്റിലായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ നിഹാരിക എന്ന് പറഞ്ഞിടത്ത് സബ്ജക്റ്റ് ആണ്. ക്യാൻ സോൾവ് എന്ന് പറഞ്ഞിടത്ത് വെർബാണ്. ക്രൈസിസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റിനായിരിക്കണം പാസീവ് വോയിസിൽ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ദ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ദ ക്രൈസിസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പാസീവ് വോയിസ് ആയി വന്നിരിക്കുന്ന സെന്റൻസ്, ആ സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് വരണം, പിന്നെ ബി ഫോംസ് വരണം, ബിയുടെ രൂപങ്ങൾ വരണം, ബിയുടെ ഫോംസ്, ബി ഫോംസ് വരണം, ദെൻ അതിനുശേഷം V3 ഫോം, പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പൊ നമുക്കിനി ബി ഫോം എഴുതേണ്ടത്. പക്ഷേ നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു മോഡൽ ആക്സറി ഉണ്ട്, ഏതാ? ക്യാൻ എന്ന് പറയുന്ന സംഭവം. അങ്ങനെ അത്തരത്തിൽ ഒരു മോഡൽ ആക്സറി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ ഈ പറയുന്ന മോഡൽ ആക്സറി എഴുതണം. അപ്പോൾ ഇവിടെ ക്യാൻ ആണ് മോഡൽ ആക്സറി. അപ്പോൾ ദ ക്രൈസിസിന് ശേഷം നമ്മൾ ക്യാൻ എഴുതണം. എന്നിട്ട് വേണം ബിയുടെ രൂപം എഴുതാൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ മോഡൽ ആക്സറി എഴുതി കഴിഞ്ഞാൽ ഏത് വെർബാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ആ വെർബിന്റെ യഥാർത്ഥ രൂപം തന്നെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അതായത് മോഡൽ ആക്സറിക്ക് ശേഷം നമ്മൾ എപ്പോഴും ഏത് വെർബാണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വെർബിന്റെ ഫോമാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ആ വെർബിന്റെ റൂട്ട് ഫോം തന്നെ, ബേസ് ഫോം തന്നെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മളിവിടെ ബിയുടെ രൂപങ്ങളല്ല എഴുതേണ്ടത്, ഇനി ബി തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ക്യാൻ ബി എന്ന് വരും. ഇനി അതിന് എളുപ്പ വഴിയുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ്, ആ ആക്റ്റീവ് വോയിസ് ഇത്തരത്തിൽ മോഡൽ ആക്സറിസ് വരുന്ന സമയത്ത് നമ്മുടെ പാസീവ് വോയിസിൽ എന്നെ എന്താക്കി മാറ്റണം? ക്യാൻ ബി, ഒരു ബി അഡീഷണൽ ആയിട്ട് എഴുതി ചേർത്താൽ മതി. ഇവിടെ ക്യാൻ ആണെങ്കിൽ ക്യാൻ ബി, അതുപോലെ വിൽ ആണെങ്കിൽ അതുപോലെ ഷാൾ ആണെങ്കിൽ ഷാൾ ബി. ഓക്കെ, വുഡ് ആണെങ്കിൽ വുഡ് ബി. ഓക്കെ, കുഡ് ആണെങ്കിൽ കുഡ് ബി എന്ന രീതിയിലേക്ക് മാറ്റണം. ഇവിടെ ക്യാൻ വന്ന സ്ഥിതിക്ക് അത് ക്യാൻ ബി എന്നാവണം. എന്നിട്ട് അതിനുശേഷം എന്ത് വേണം? V3 ഫോം. അപ്പം സോൾവ് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം ഏതാണ്? സോൾവ്ഡ്. അപ്പം ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ്. അങ്ങനെ വന്നിരിക്കുന്നല്ലോ ഉണ്ടോ? നോക്കുമ്പോൾ ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ്. ഇവിടെ ദ ക്രൈസിസ് ക്യാൻ സോൾവ് എന്നിവിടെ ബി വിട്ടുപോയി. ഇവിടെ ഈ സോൾവ് എന്ന് വന്നിട്ടുണ്ട്, അത് തെറ്റാണ്. ഇവിടെ ബീൻ സോൾവ്, അത് തെറ്റാണ്. ഇത്ര ആയപ്പോൾ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി. എ എന്ന് പറയുന്ന ഓപ്ഷൻ, ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്, പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്, ബൈ നിഹാരിക. അങ്ങനെ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ് ബൈ നിഹാരിക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. ഇതെന്ന് പറഞ്ഞ കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കുമ്പോൾ എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താ? ഒരു സിംഗിൾ വേർഡ് അല്ല, പകരം ഒരു ഫ്രേസ് ആയിട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു ഫ്രേസ് ആയിട്ടൊരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തിനെയായിരിക്കണം നമ്മൾ ആശ്രയിക്കേണ്ടത്? ഇവിടെ ദ പ്ലേയേഴ്സിനെ ആശ്രയിക്കണോ അതോ എവരി വണ്ണിനെ ആശ്രയിക്കണോ? ഓക്കെ, എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ദ പ്ലേയേഴ്സിനെയാണോ ആശ്രയിക്കേണ്ടതോ എവരി വണ്ണിനെയാണോ ആശ്രയിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എളുപ്പമാർഗമുണ്ട്. പൊതുവെ ഇത്തരത്തിൽ ഒരു ഫ്രേസ് ആയിട്ടൊരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് അവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടാകും. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്, ഏതാ? ഓഫ്. ചിലപ്പോൾ വിത്ത് ആയിരിക്കാം, ചിലപ്പോൾ എന്താണ് ബൈ ആയിരിക്കാം, അങ്ങനെ എന്തും വരാം, ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷൻ വരാം. അങ്ങനെ ഒരു പ്രിപ്പോസിഷൻ വരുമ്പോൾ പൊതുവെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആ പ്രിപ്പോസിഷന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന വേർഡ് ഏത്, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് നമ്മൾ കണക്കാക്കണം. ആണ് മെയിൻ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഓഫ് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അതിന് മുമ്പ് വന്നിരിക്കുന്ന എവരി വൺ ആണ്. എവരി വൺ നമ്മൾ എപ്പോഴും എന്തായിട്ടേ കണക്കാക്കത്തുള്ളൂ? സിംഗുലർ ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള എന്താണ് സഹായക്രിയയാണ് വരേണ്ടത്.
ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിംഗുലർ ആയിട്ടുള്ളത് ഏതൊക്കെയാ? ഹാസുമുണ്ട്, വാസും. പിന്നെ അതിന് ഹാസ് വരുമോ വാസ് വരും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഹാവിന്റെ ഫോംസും ബിയുടെ ഫോംസും നമുക്ക് ഇത്തരത്തിൽ കൺഫ്യൂസ് നമ്മൾ ചെയ്യിപ്പിക്കാം നമ്മളെ. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന ഈ സെന്റൻസ് ഏത് വോയിസ് ആണ് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ ഹാസ് ആയിരിക്കണം എഴുതുക. എന്നാൽ നമ്മുടെ തന്നിരിക്കുന്ന സെന്റൻസ് പാസീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? വാസ് ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ പ്രത്യേകത എന്താ? ഈ സെന്റൻസ് പാസീവ് വോയിസ്. ഇത് പാസീവ് വോയിസ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇതിന്റെ അർത്ഥം വായിച്ചു നോക്കണം. അർത്ഥം വായിച്ചു നോക്കിയാൽ ഇത് പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് ആണോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ആ പ്ലെയറിലെ അല്ലെങ്കിൽ പ്ലെയേഴ്സിലെ എല്ലാവരെയും പാർട്ടിക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു എന്നർത്ഥമില്ല. അപ്പൊ ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒബ്ജക്റ്റാണ്. നമ്മൾ ആദ്യം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്, അല്ലേ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുമ്പോൾ ഇതെന്താണ്? ഇത്രയും ഭാഗം ഒബ്ജക്റ്റാണ്. അത് പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തുടക്കത്തിൽ നമ്മൾ സബ്ജക്റ്റ് എന്നൊക്കെ പരിഗണിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇവിടെ ഒബ്ജക്റ്റും വരാം. സബ്ജക്റ്റും ഒബ്ജക്റ്റിലായിരിക്കും ഒരു സെന്റൻസ് തുടങ്ങുക. ഒബ്ജക്റ്റിൽ തുടങ്ങുന്നത് പാസീവ് വോയിസും സബ്ജക്റ്റിൽ തുടങ്ങുന്നത് ആക്റ്റീവ് വോയിസും ആയിരിക്കും. നമ്മൾ പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇത് സബ്ജക്റ്റ് അല്ല, ഇവിടുത്തെ ഒബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ നിയമം ബാധകമാണ്. എന്ത്? ഇത്തരത്തിൽ ഫ്രേസ് ആയിട്ട് വരുമ്പോൾ പ്രിപ്പോസിഷന് തൊട്ടും പോകാതിരിക്കുന്നതായിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് പാസീവ് വോയിസ് ആണ്. അങ്ങനെ പാസീവ് വോയിസ് ആണെങ്കിൽ അവിടെ എന്തേ വരാവൂ? വാസേ വരാവൂ. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇനി അടുത്തത്, മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. വിച്ച് വേർഡ് ഈസ് മിസ്പെൽഡ്? ഇതിനകത്ത് ഏത് വേർഡാണ് മിസ്പെൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? സ്പെല്ലിംഗിൽ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത് ഏതെന്നാണ് ചോദ്യം. ആർക്കിടൈപ്പ് ആണോ, സബ്ജുഗേഷൻ ആണോ, പ്രൊമസ്കസ് ആണോ, ഫ്രസ്ട്രേഷൻ ആണോ? ഇന്നത്തെ ഏതായിരിക്കും നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാക്കാണ് തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വാക്ക് എവിടെയാണ് തെറ്റിരിക്കുന്നത്? ഈ ഇക്ക് പകരം ഐ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഐ ആണ് വേണ്ടി. ഓക്കെ, ഇനി എന്താണ് ആർക്കിടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസ് ഫോം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം, ആദ്യ രൂപം എന്നർത്ഥത്തിലാണ് ആർക്കിടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്ജുഗേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കീഴ്പ്പെടുത്തൽ എന്നാണ് അർത്ഥം. ഓക്കെ, കീഴ്പ്പെടുത്തൽ. ഇനി പ്രൊമിസ്കസ് എന്ന് ചേർത്ത് എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് വരുന്ന ആൾക്കാർ നമ്മൾ പ്രൊമിസ്കസ് എന്ന് പറയുന്നത്. ഇനി പ്രൊസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വീക്ക് ഓർ ടയേർഡ് എന്നർത്ഥം. പ്രൊസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ സ്പെല്ലിംഗ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഇസി എന്ന് പറയുന്ന ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഈസ് എ ബിഗ് ചീസ്, ഡയന ടോൾഡ് മീ. ബിഗ് ചീസ് മീൻസ്, അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഡിയമാണ്. ഓക്കെ, ബിഗ് ചീസ് എന്ന് പറയുന്ന ഇഡിയം. അതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ എനർജറ്റിക് പേഴ്സൺ ആണോ, ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണോ, എ ക്ലവർ പേഴ്സൺ ആണോ, എ സില്ലി പേഴ്സൺ ആണോ? അത് ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ? ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്. ബിഗ് ചീസിന്റെ അർത്ഥം എന്താണ്? ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. എടുത്ത് നോക്കുക, ദ തീവ്സ് പ്ലാൻ ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പൂനെ. അതായത് ബാങ്ക് ഓഫ് പൂനെ കൊള്ളയടിക്കുവാൻ തീവ്സ് എന്ത് ചെയ്തു? കള്ളന്മാർ പ്ലാൻ ചെയ്തു എന്ന് അർത്ഥം ഉദ്ദേശിക്കുന്നു. ഇത് ഏസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം കൊള്ളയടിക്കുക എന്നുള്ളതിന്റെ ഫ്രേസൽ വെർബ് ഇവിടെ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റ് അസൈഡ് ആണോ, ടേക്ക് ആഫ്റ്റർ ആണോ, മേക്ക് ഔട്ട് ആണോ, മേക്ക് അവേ വിത്ത് ആണോ? സെറ്റ് അസൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ഭാവിയുടെ ഒരു പർപ്പസിന് വേണ്ടി, ഏതെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നതിന് നമ്മൾ സെറ്റ് അസൈഡ് എന്ന് ഉദ്ദേശിക്കുന്നു. മുൻകൂട്ടി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പൈസയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ മാറ്റി വെക്കുക, അത് നമ്മൾ സെറ്റ് അസൈഡ് എന്ന് പറയുന്നത്. ടേക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിസംബിൾ എന്ന അർത്ഥത്തിൽ, റിസംബിൾ ചെയ്യുക അല്ലെങ്കിൽ സാദൃശ്യം തോന്നുക, അതാണ് ടേക്ക് ആഫ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അണ്ടർസ്റ്റാൻഡ് എന്ന അർത്ഥത്തില, മനസ്സിലാക്കുക എന്ന അർത്ഥത്തിൽ. ഇത് മൂന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേക്ക് അവേ വിത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായിരിക്കും മേക്ക് അവേ വിത്ത് എന്ന് പറയുമ്പോൾ? ഇത് തന്നെ, ഏതാ? കൊള്ളയടിക്കുക എന്നാണ് മേക്ക് അവേ വിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ
ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഷീ ഈസ് സഫറിംഗ് ഫ്രം തനറ്റോഫോബിയ. ദ വേർഡ് തനറ്റോഫോബിയ മീൻസ്, എന്തായിരിക്കും തനറ്റോഫോബിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? എന്തിനെ കുറിച്ചുള്ള പേടിയാണ് തനറ്റോഫോബിയ? എന്തായിരിക്കും? ഫിയർ ഓഫ് ഡെത്ത് ആണ്. ഫിയർ ഓഫ് ഡെത്ത്, അതാണ് തനറ്റോഫോബിയ എന്ന് പറയുന്നത്. എന്താണ് ഫിയർ ഓഫ് സ്നേക്സ്? എന്തായിരിക്കും ഫിയർ ഓഫ് സ്നേക്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഒഫിഡിയോഫോബിയ. ഓക്കെ, ഒഫിഡിയോഫോബിയ ആണ് ഫിയർ ഓഫ് സ്നേക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിയർ ഓഫ് ഡാർക്ക്നെസ് എന്തായിരിക്കും? നൈക്റ്റോഫോബിയ ആണ് ഫിയർ ഓഫ് ഡാർക്ക്നെസ്. ഫിയർ ഓഫ് ഹൈറ്റ്സ് എന്തായിരിക്കും? അക്രോഫോബിയ. ഓക്കെ, അടുത്ത ചോദ്യം, ദ ആന്റണിം ഓഫ് ദ വേർഡ് കാളസ്. കാളസ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാലസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് അപ്പം നമുക്കറിയണം. എന്തായിരിക്കും? സെൽഫിഷ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സെൽഫ്ലെസ് എന്നുള്ളത്. ഇതാണ് കറക്റ്റ് ആൻസർ. (2024) ഫെബ്രുവരി 24 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് നമ്പർ എന്ന് പറയുന്നത് 27/2024 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറണ്ട്? ഈ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഏതിനകത്താണ് ജെറണ്ട് ഉള്ളത്? ജെറണ്ട് നമുക്കറിയാം, അത് കണ്ടാൽ എങ്ങനെ ഇരിക്കും? വെർബ് പ്ലസ് ING ആണ്. ING ചേർന്ന വെർബാണ് ജെറണ്ട്. ഓക്കെ, ING ചേർന്ന വെർബാണ് ജെറണ്ട്. എന്നാൽ എല്ലാ ING ചേർന്ന വെർബും എന്തല്ല? ജെറണ്ട് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ING ചേർന്ന് വരുന്ന വെർബിനെ, ഉദാഹരണത്തിന് പ്ലേയിങ്, സിംഗിങ്, ഡൂയിങ്, റണ്ണിങ്, റീഡിങ്, അങ്ങനെ ING ചേർന്ന് വരുമല്ലോ. അതിനെ നമുക്ക് ജെറണ്ട് എന്നും വിളിക്കാം, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും വിളിക്കാം. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എപ്പോഴും വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുക, ക്രിയയായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. എന്നാൽ ജെറണ്ട് എപ്പോഴും നൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ജെറണ്ട് എപ്പോഴും എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? നൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ജെറണ്ട് എപ്പോഴും നൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, എന്നാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എപ്പോഴും വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കണം, ING ചേർന്ന് വന്നിരിക്കുന്ന വെർബ്, ഇപ്പം നമ്മുടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതെങ്കിലും ഒരു വെർബ് ING ഫോമിലാണെങ്കിൽ ആ വെർബ് ഏത് റോളാണ് അവിടെ വഹിക്കുന്നത് നമ്മൾ നോക്കണം. അവിടെ ഒരു വെർബിന്റെ റോളാണ് വഹിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. എന്നാൽ അതൊരു നൗണിന്റെ റോളാണ് വഹിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് ജെറണ്ട് ആയിരിക്കും. ഇവിടെ പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. കാരണം എന്താ? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നിനകത്ത് മാത്രമേ ഉള്ളൂ ING ഫോം ചേർന്ന് വന്നിരിക്കും. ഏത്? ആൻഡ് പ്ലേ. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ചോദ്യം ജെറണ്ട് ആണ് ചോദിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ഒന്നേ മാത്രമേ ഉള്ളൂ ING ഫോം. അതുകൊണ്ട് കണ്ണുമടച്ച് നമുക്ക് ഇത് ജെറണ്ട് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് ജെറണ്ട് ആണോ നമുക്ക് എങ്ങനെ നോക്കാം? ഇത് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ എന്ന് പറയുമ്പോൾ ഹി എൻജോയ്സ്, അദ്ദേഹം എൻജോയ് ചെയ്യുന്നു. എന്ത്? അങ്ങനെ എന്ത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ING ഫോമിലാണെങ്കിൽ അതെന്തായിരിക്കും? ജെറണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് വഴികളാണ് ജെറണ്ട് ആണോ എന്ന് നോക്കേണ്ടത്. ING ഫോം വന്നിരിക്കുന്ന വെർബ് അവിടെ നൗൺ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ജെറണ്ട് ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുന്നത് ഇത്തരത്തിൽ ING ചേർന്ന് വന്നിരിക്കുന്ന വെർബാണെങ്കിൽ അതും എന്തായിരിക്കും? ജെറണ്ട് ആയിരിക്കും. ഇവിടെ എന്തെന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ പ്ലേയിങ് എന്ന് കിട്ടുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ പ്ലേയിങ് എന്തല്ല, ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല, പകരം ഇത് ജെറണ്ട് ആണ്. ഓക്കെ, എന്തുകൊണ്ടും ഈ C എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിൻമെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ഡാഷ് റൂം അക്രോസ് ഡാഷ് ഹോൾ ഫ്രം ഇറ്റ്. ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ എന്തായിരിക്കും വരിക?
നോക്കുക, ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിൻമെന്റ്. നമ്മൾ ഈ ഡിസപ്പോയിൻമെന്റിനെ കുറിച്ച് ആദ്യമായി പറയുക. അങ്ങനെ ഒരു നൗൺ അതിനെ ആദ്യമായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എയും ആനുമാണ്. ഈ എ ആണോ ആനാണോ എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചാൽ നമ്മൾ എഴുതാൻ പോകുന്ന ആർട്ടിക്കിൾ അതിന് ശേഷം വന്നിരിക്കുന്ന വാക്ക് നോക്കുക. ആ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമോ ശബ്ദമോ നോക്കുക. നമ്മൾ എപ്പോഴും ശബ്ദമായിരിക്കണം നോക്കുക, അതായത് പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം നോക്കേണ്ടത്. ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുമ്പോൾ ഡ എന്നാണ് നമ്മൾ പറയുന്നത്. ഡ എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ എന്തിന്റെയാണ്? കോൺസണന്റ് ആണ്. അങ്ങനെ കോൺസണന്റ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? എ ഉപയോഗിക്കും. ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെന്റ് ബട്ട് വി മാനേജ്ഡ്. അപ്പൊ അതൊരു നിരാശയായിരുന്നു എന്ന് പറയുന്നത്. എന്താണ് നിരാശ? അതായത് ഇവർക്ക് ഒരു റൂം കിട്ടിയില്ല എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ റൂം കിട്ടാതിരുന്നത് ഒരു നിരാശയായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഈ റൂം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള റൂം. അങ്ങനെ ആകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഡെഫിനറ്റ് ആർട്ടിക്കിൾ. അതുപോലെ ഈ ഹാൾ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ റൂമിനെ കുറിച്ച് പറയാൻ വേണ്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ റൂം ഇവിടെ എന്താണ് സ്പെസിഫൈ ചെയ്യുന്നുവെങ്കിൽ, ഡെഫിനറ്റ് ആണെങ്കിൽ ഈ ഹാളും എന്ത് തന്നെയാണ്? ഡെഫിനറ്റ് തന്നെയാണ്, സ്പെസിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അവിടെയും ദ ഉപയോഗിക്കും. അങ്ങനെ ആകുമ്പോൾ ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ദ റൂം അക്രോസ് ദ ഹോൾ ഫ്രം ഇറ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എ ദ വന്നിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, as soon as he came, he made sure that everything was all right. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്. ഇത്തരത്തിൽ നമുക്ക് as soon as ൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് അതിന് നെഗറ്റീവ് മീനിങ്ങിൽ എഴുതാൻ പറയുമ്പോൾ എന്ത് കൂടാതെ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്, അതായത് അതിൻ്റെ അർത്ഥത്തിന് മാറ്റം വരാതെ നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ആരെക്കുറിച്ചായിരിക്കണം? നോ സൂണർ ദാൻ, അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഈവൻ, അല്ലെങ്കിൽ ഹാർഡ്ലി ഈവൻ. ഇതിലെ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നിട്ട് നമ്മുടെ ഓപ്ഷൻ നോക്കണം. നോ സൂണറിൽ കിടപ്പുണ്ടോ, അല്ലെങ്കിൽ നോ സൂണർ ദാൻ വെച്ച് കിടപ്പുണ്ടോ, അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഈവൻ വെച്ച് കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഹാർഡ്ലി ഈവൻ വെച്ച് കിടപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അസൂണസിൽ തുടങ്ങുന്ന ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെയും പറയാം, അർത്ഥം മാറാതെ നോ സൂണർ ദാനിലും പറയാം, സ്കേഴ്സ്ലി ഈവനിലും പറയാം, ഹാർഡ്ലി ഈവനിലും പറയാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അസൂണസ് തുടങ്ങുന്ന സെനൻസ് അത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് മീനിങ് ആയിരിക്കും. എന്നാൽ നോ സൂണർ ദാൻ, സ്കേഴ്സ്ലി ഈവൻ, ഹാർഡ്ലി ഈവൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നോ സൂണറും സ്കേഴ്സ്ലിയും ഹാർഡ്ലിയും എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പൊ ഇത്തരത്തിൽ അസൂണസിലെ തന്നിരിക്കുന്ന സെനൻസിനെ നെഗറ്റീവ് ആക്കുക, അതായത് അർത്ഥത്തിന് മാറ്റം വരാതെ നെഗറ്റീവ് ആക്കാൻ പറയുമ്പോൾ നമുക്കതിനെ ഒന്നുകിൽ നോ സൂണർ വെച്ചുകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഈവൻ വെച്ചുകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ ഹാർഡ്ലി ഈവൻ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് നോ സൂണർ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നോ സൂണർ ഉണ്ട്. ഈ നോ സൂണറിൽ വെച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണോ നോക്കുക. മനസ്സിലാക്കേണ്ട, നോ സൂണർ എന്ന് പറയുമ്പോൾ അതെന്താണ്? നെഗറ്റീവ് വേർഡ് ആണല്ലോ. അപ്പോൾ നെഗറ്റീവ് വേർഡിൽ തുടങ്ങുന്ന സെന്റൻസ് എപ്പോഴും അതിൻ്റെ ശൈലി, അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം? ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലായിരിക്കും. ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആദ്യം സഹായക്രിയ, അതിനുശേഷം സബ്ജക്റ്റ്, പിന്നെ വെർബ്, അത്തരത്തിൽ വരണം. ഇപ്പോൾ നോക്കാം, നോ സൂണറിന് ശേഷം വന്നിരിക്കും ഇവിടെ ഡിഡ് ആണ്, സഹായക്രിയ വന്നു, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. അങ്ങനെ ഇത് ഓക്കെയാണ്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ നോ സൂണർ ഹി കെയിം, ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ അങ്ങ് എഴുതിയിരിക്കും. അപ്പോൾ ഇത് തെറ്റാണ് ഈ പ്രയോഗം. അപ്പോൾ പിന്നെ ഒരു നോ സൂണറേ നമുക്കിവിടെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെ പൂർണ്ണമായും ആശ്രയിക്കാം. നോക്കുക ബാക്കി കറക്റ്റ് ആണോ എന്ന്. നോ സൂണർ വന്നു കഴിഞ്ഞാൽ പിന്നെ ദാൻ ആണ് വരേണ്ടത്. ഓക്കെ, പിന്നെ ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് ജെയിംസ് ഡാഷ് ഇനഫ് മണി ഹി ഡാഷ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് ക്ലോസിലെയും, ഇഫ് ക്ലോസിലെയും അതുപോലെ തന്നെ മെയിൻ ക്ലോസിലെയും
വെർബ് വരേണ്ട ഭാഗം ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ഇഫ് ക്ലോസിലെ ഭാഗമോ അല്ലെങ്കിൽ മെയിൻ ക്ലോസിലെ ഭാഗമോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും ബ്ലാങ്ക് ആയി കിടക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടെ മെയിൻ ക്ലോസ് ബ്ലാങ്ക് ആയി കിടക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഇഫ് ക്ലോസ് ഏത് ടെൻസ് ആണോ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇവിടേക്ക് മാറ്റാം. അതുപോലെ മെയിൻ ക്ലോസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മെയിൻ ക്ലോസ് നോക്കണം, അതിനനുസരിച്ച് നമുക്ക് ഇഫ് ക്ലോസ് കറക്റ്റായിട്ട് എഴുതാം. എന്നാൽ ഇവിടെ രണ്ടിടത്തും ബ്ലാങ്ക് ആയ സ്ഥിതിക്ക് നമ്മളിനി എന്തിനെ ആശ്രയിക്കേണ്ടി വരും? ഇത് ഏത് ടെൻസിലാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പം ടെൻസ് ഏതാണെന്ന് അറിയാൻ നമ്മൾ എന്ത് നോക്കിയാൽ മതി? എന്താണ് ടൈമിംഗ് വേർഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ. ഇവിടെ നോക്കുമ്പോൾ ഈ ഇഫ് ക്ലോസിൽ ടൈമിംഗ് വേർഡ് ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മൾ മെയിൻ ക്ലോസിലേക്ക് നോക്കുമ്പോൾ ഒരു ടൈമിംഗ് വേർഡ് ഉണ്ട്. ഏതാണ്? നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ടൈമിംഗ് വേർഡാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരണം? വില്ലോ അല്ലെങ്കിൽ ഷാളോ വരണം. അപ്പോൾ ഇവിടെ വില്ലോ ഷാളോ വരണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ രണ്ടാമത് വില്ല് വന്നിരിക്കുന്നത് എവിടെ? ഈ രണ്ടിടത്താണ്. ബിക്കും സിക്കുമാണ് വില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വില്ല് എഴുതാം, വിൽ. ഇനി ഇതിനകത്ത് ഹാവ് ആണോ ഹാസ് ആണോ ഇവിടെ വരേണ്ടത്? അതെന്തിനെ ആശ്രയിച്ചാൽ ഈ ജെയിംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തിയാണ്, ഒറ്റ ഒരാളാണ്, സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് ഹാസ് എഴുതാം. ഈ ഹാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടുത്തെ സിമ്പിൾ പ്രസന്റ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഇഫ് ക്ലോസ് വരുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോസിന്റെ വെർബ് വിൽ ഓർ ഷാൾ പ്ലസ് V1 എന്ന രീതിയിൽ വരണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാസും വില്ലുമാണ്. എന്നാൽ PSC ഇവിടെ ആൻസർ കീ കൊടുത്തിരിക്കുന്നത് ഹാഡും വുഡുമാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. PSCയുടെ ആൻസർ ആയി കൊടുത്തിരിക്കുന്നത് ഹാഡും വുഡുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട നെക്സ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി പാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ നെക്സ്റ്റിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫോളോയിങ് എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റിന് പകരമായിട്ട് നമ്മൾ പിന്നെ അവിടെ ഉപയോഗിക്കേണ്ടത് ഫോളോയിങ്. ഇവിടെ ദ ഫോളോയിങ് ഇയർ എന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ വുഡ് ഉപയോഗിക്കാമായി. പക്ഷേ ഇവിടെ നെക്സ്റ്റ് ഇയറിന് തന്നെ ആവുമ്പോൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് അവിടെ ഫ്യൂച്ചർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വില്ല് ഉപയോഗിക്കണം. വില്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ സിമ്പിൾ പ്രസൻറ്റേ വരാവൂ. അതായത് ഹാസോ ഹാവ് സിമ്പിൾ പ്രസന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ അതിൽ ഏതെഴുതും? അത് എന്തിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ സബ്ജക്റ്റിന് നോക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആയിരിക്കണം എഴുതുക. ഇഫ് ജെയിംസ് ഹാസ് ഇനഫ് മണി ഹി വിൽ ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം, ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്ക്. ഇത് കൺജങ്ഷൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹി വാസ് ആബ്സെന്റ്, അദ്ദേഹം ആബ്സെന്റ് ആയിരുന്നു, കാരണം ഹി വാസ് സിക്ക്. അപ്പൊ കാരണം എന്ന് പറയണമെങ്കിൽ അവിടെ എന്താണ്? ബിക്കോസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതിനകത്ത് നോക്കുക, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ഇവിടെ തന്നിരിക്കുന്നത് ശരിയായ മീനിങ്ങിലും ഉള്ള ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എ ലവ്ലി അഫെയർ എന്ന് പറയാറില്ല, എ ഗുഡ് ഇൻസിഡന്റ് എന്ന് പറയത്തില്ല, പകരം നമ്മൾ എ പ്ലസന്റ് ഇൻസിഡന്റ് എന്നേ പറയത്തുള്ളൂ. അതുപോലെ സെക്ഷൽ അഫെയർ എന്നല്ല പറയുന്നത്, എ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് എ ലവ് അഫെയർ എന്ന് പറയാം. ഇതാണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അത് ശരിയായ സ്പെല്ലിംഗിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏത്? അപ്പോൾ ഇതാണ് ഏത്? ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഡിസ്ക്രിപ്പൻസി, DISCREPANCY. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. അപ്പം ഈ പറയുന്ന അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇഡിയമാണ്. ഈ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? അതായത് മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. ഇതാണ് കറക്റ്റ് ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ദേ സെഡ് ലെറ്റസ് കം ഇൻ. അവർ പറഞ്ഞു ഞങ്ങൾ അകത്തോട്ട് വരട്ടെ എന്ന്. അപ്പം ഞങ്ങൾ അകത്തോട്ട് വരട്ടെ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിക്വസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും റിക്വസ്റ്റഡ് എന്ന് വന്നിരിക്കുന്ന വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ റിക്വസ്റ്റഡ് ഉണ്ട്, ഇവിടെ റിക്വസ്റ്റഡ് ഉണ്ട്. നമ്മൾ ഈ റിക്വസ്റ്റഡ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാഹചര്യത്തിലാണ്? ഇംപറേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ്.
അപ്പോൾ ഇതൊരു ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഇംപറേറ്റീവ് സെൻറ്റൻസിന്റെ പ്രത്യേകത എന്താ? അത് വെർബിലായിരിക്കും തുടങ്ങുക. ഇവിടെ നോക്കാം, ലെറ്റ് എന്ന് പറയുന്ന വെർബാണ്. ഓക്കെ, വെർബിൽ തുടങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇംപറേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുമ്പ്, ഈ പറയുന്ന വെർബിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ടു ആഡ് ചെയ്യണം. ടു പ്ലസ് വെർബ് എന്ന് മാറ്റണം. ടു ലെറ്റ് എന്നാക്കണം. അപ്പോൾ അങ്ങനെ റിക്വസ്റ്റഡ് എന്നും, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ റിക്വസ്റ്റഡ് എന്നും അതുപോലെ തന്നെ ഈ ലെറ്റിന്റെ തൊട്ട് മുമ്പ് ടു എന്നും വന്നിരിക്കുന്ന ഭാഗം ഏത് നോക്കുമ്പോൾ ഇവിടെ റിക്വസ്റ്റഡ് ദാറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കമ്മിൻ. അസ് മാറും ദം ആവും, പിന്നെ കമ്മിൻ. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കമ്മിൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ സ്പീച്ച് മെയ്ഡ് ബൈ സമൺ ഫോർ ദ ഫസ്റ്റ് ടൈം. എന്തായിരിക്കും? മെയ്ഡൻ സ്പീച്ച്. ഇതാണ് കറക്റ്റ് ആൻസർ. എക്സ്റ്റംബർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ സ്പീച്ച് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ, അല്ലേ? അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് സ്പീച്ച്. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന നമ്മൾ എക്സ്റ്റംബർ എന്ന് പറയുന്നു, അല്ലെ? മുൻകൂട്ടി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളങ്ങ് പറയുക. അങ്ങനെ പറയുമ്പോൾ അതിനെ നമ്മൾ എക്സ്റ്റംബർ എന്ന് പറയും. അപ്പോൾ എ സ്പീച്ച് വിത്തൗട്ട് എ പ്രയർ എന്നാണ്, അല്ലെങ്കിൽ വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ, അതാണ് എക്സ്റ്റംബർ. അതിന്റെ ഫോറിൻ ഫ്രേസ് ആയിട്ട് നമുക്ക് എന്താ പറയാം? ഇംപ്രോംപ്റ്റു എന്ന് പറയാം. എന്താണ് ഇംപ്രോംപ്റ്റു? ഇംപ്രോംപ്റ്റു. ഇത് പക്ഷെ അതല്ല ചോദ്യം. ആദ്യമായി ഒരു വ്യക്തി സംസാരിക്കുന്ന ആ സ്പീച്ച് നമുക്ക് മെയ്ഡൻ സ്പീച്ച്, കന്നി സംഭാഷണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സെർമൺ നമുക്കറിയാലോ, മതപ്രസംഗം എന്നർത്ഥം. സെർമൺ കൊണ്ട് ഉദ്ദേശിക്കും മതപ്രസംഗം. സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടുള്ളത്, സ്വയമേ ഉള്ളത്, സ്പോണ്ടേനിയസ്. ജൂനിയർ അസിസ്റ്റന്റ്, LDC, സീനിയർ സൂപ്രണ്ടന്റ് എന്ന തസ്തികയ്ക്ക് വേണ്ടി PSC ഏപ്രിൽ 2024 നടത്തിയ, അതായത് ഏപ്രിൽ 18-ാം തീയതി നടത്തിയ ഒരു എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. Fill in the blank using correct tense form of the verb given in bracket. ഇതിനാണ് കൊടുത്തിരിക്കുന്നത്. I dash stay here till Sunday. Will stay ആണോ, will have stayed ആണോ, will be staying ആണോ, stay ആണ്? നോക്കുക. ഇവിടെ till Sunday എന്ന് പറയുമ്പോൾ സൺഡേ വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരേണ്ട വെർബ് ഏത് ടെൻസ് ആണെന്ന് നമുക്ക് ഈ ഓപ്ഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ വിൽ, ഈ മൂന്നിടത്തും വിൽ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു. ഇതോ പ്രസന്റിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ടിൽ സൺഡേ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച വരെ. അപ്പോൾ ഞായറാഴ്ച വരെ ഞാനിവിടെ സ്റ്റേ ചെയ്യും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിലാണ് പറയേണ്ടത്. ഈ ഫ്യൂച്ചറിൽ ഏത്? വിൽ സ്റ്റേ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ, വിൽ ഹാവ് സ്റ്റേ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ്, വിൽ ബി സ്റ്റേയിങ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇതിനകത്ത് ഏതായിരിക്കും വരിക? ടിൽ സൺഡേ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രവൃത്തി തുടരും, തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഫോം ആണ് വരേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേണം പറ്റുന്ന ആൻസർ ഏതായിരിക്കും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. വിൽ ബി സ്റ്റേ. I will be staying here till Sunday എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ദാറ്റ് സജസ്റ്റ് ചേഞ്ച് ഇൻ വോയിസ് ഓഫ് ദ സെന്റൻസ്. അതായത് പ്ലീസ് ഡ്രോ ദ ഫിഗർ എന്ന് പറയുന്ന സെന്റൻസിന്റെ പാസീവ് വോയിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ സെന്റൻസ് എങ്ങനെയുള്ള സെന്റൻസ് ആണ്? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഒരു സെന്റൻസ് പ്ലീസിലോ കൈൻഡ്ലിയോ തുടങ്ങുന്നുവെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഒപ്പം തന്നെ അത് റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഇംപറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇത്തരത്തിൽ ഒരു സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യു ആർ റിക്വസ്റ്റഡ് ടു എന്നെഴുതാം. അതായത് പ്ലീസിന്റെ സ്ഥാനത്ത് യു ആർ റിക്വസ്റ്റഡ് ടു എന്നെഴുതുക. എന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ളവ എഴുതുക. അപ്പൊ എങ്ങനെ ആയിരിക്കും? യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ എന്ന് വരും. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ഏത് നോക്കുമ്പോൾ യു ആർ റിക്വസ്റ്റഡ് ടു ദെൻ ഡ്രോ ദ ഫിഗർ.
ഇതാണ് കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പസിഷൻ. ഇവിടെ PSC ഈ അടുത്തിടെ നടത്തിയ പരീക്ഷകളിലെ ഒന്നുകിൽ ചോദ്യത്തിനകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം കാണും, എറർ ഉണ്ടാവും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്തൊരു എറർ ഉണ്ടാകാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഡയറക്ഷനിലൊരു എറർ ഉണ്ടാവും. ഇവിടെ നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന ഡയറക്ഷനിലാണ് എറർ. എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പസിഷൻ അല്ല, കാരണം ഇത് തന്നിരിക്കുന്ന ഒന്നും പ്രിപ്പസിഷൻ അല്ല, പിന്നെ എന്താണ്? ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് ആണ്. അപ്പൊ ചോദ്യം എങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ മോഡൽ ഓക്സിലറീസ് എന്നായിരുന്നു വേണ്ടിയിരുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഐ ഡാഷ് വാക്ക് 10 miles വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അതായത് ക്ഷീണിക്കാതെ എനിക്ക് 10 മൈലുകൾ നടക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഴിവിനെ സൂചിപ്പിക്കുന്ന മോഡൽ ആക്സിലറി ഏതാണ്? ക്യാൻ ആണ്. അപ്പോൾ ക്യാൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആദ്യം വരേണ്ടത് സഹായക്രിയ ആയിരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് ഈസ് ആണ് ഇവിടുത്തെ സഹായക്രിയ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റിന്റെ പ്രൊനൗൺ എന്ത് തന്നെയാണ്? ഇറ്റ് തന്നെയാണ്. അപ്പോൾ ഈസ് ഇറ്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ, ഈസ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ, ഈസ് ഇറ്റ്. അടുത്ത ചോദ്യം എന്താണ്? കമ്പൈൻ ദ 2 sentences യൂസിങ് സ്യൂട്ടബിൾ കോറിലേറ്റീവ് കൺജങ്ഷൻ. അതായത് ഈ തന്നിരിക്കുന്ന 2 സെന്റൻസ് അതിന് നമ്മൾ കോറിലേറ്റീവ് കൺജങ്ഷൻസ്, അനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോറിലേറ്റീവ് കൺജങ്ഷൻ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ രണ്ടിടത്ത് നോട്ട് ഉണ്ട്. നോട്ട്, നോട്ട്. ഞാൻ 2 സെന്റൻസ് പറയുമ്പോൾ ഓരോ സെന്റൻസിലും ഇത്തരത്തിൽ നോട്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ? നെയ്തർ നോർ വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് നെയ്തർ യൂസ്ഫുൾ നോർ ഓർണമെന്റൽ എന്നാണ് വരേണ്ടത്. അങ്ങനെ ഇസ് നെയ്തർ യൂസ്ഫുൾ നോർ ഓർണമെന്റൽ. അങ്ങനെ ഇവിടെ നമുക്ക് പറ്റുന്ന ഏതാണ്? ഈ നെയ്തർ നോർ ആണ് ഇവിടെ ആൻസറായി വരാൻ പറ്റുക. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഇറ്റാലിസ്റ്റ് ഇൻ ദ സെന്റൻസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്, ഈ വേർഡിന്റെ സിനോണിം ഇടാനാണ് പറഞ്ഞത്. ഏത് വേർഡിന്റെ? ഇറ്റാലിസൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത്, അതായത് ചരിച്ചെഴുതിയിരിക്കുന്ന കിൽഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹി വാസ് കിൽഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ആ കിൽഡിന് പകരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതാണ്? ഈ സ്ലെയിൻ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. കോൺഫിസ്കേറ്റ് എന്ന് വെച്ചാൽ എന്താ? പിടിച്ചു എടുക്കുക നടത്തില്ല. കോൺഫിസ്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട് നമ്പർ എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ കൂടുതലാവുക. ഓക്കെ, ഡിഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരാജയപ്പെടുത്തുക നടത്തില്ല. ഇവിടെ സ്ലെയിൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് അപ്രോപ്രിയേറ്റ് ജെറണ്ട് ഫോം ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ഈ പറയുന്ന വാക്കിന്റെ ജെറണ്ട് ഫോം ഉപയോഗിച്ചുകൊണ്ട് എഴുതുക. നമുക്കറിയാം ജെറണ്ട് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ING ഫോം തന്നെയായിരിക്കും. എന്നാൽ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ INGയും ജെറണ്ട് അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, എല്ലാ INGയും ഒരിക്കലും ജെറണ്ട് അല്ല. അല്ലെങ്കിൽ ING ചേർന്ന് വന്നിരിക്കുന്ന വെർബിനെ നമുക്ക് ജെറണ്ട് എന്നോ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നോ വിളിക്കാം. ഈ ING ചേർന്ന് വന്നിരിക്കുന്ന വെർബ് ഒരു വെർബിന്റെ റോളാണ് വഹിക്കുന്നതെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. എന്നാൽ അതൊരു നൗണിന്റെ ഫോമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ, പങ്കുവഹിക്കുന്നുവെങ്കിൽ അതെന്തായും പറയാം? ജെറണ്ട് എന്ന് പറയാം. ഇവിടെ ഒന്നുമല്ല ചോദ്യം, ജെറണ്ട് വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ING ഉള്ളതുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഷെയറിങ്, ഇവിടെ ഷെയറിംഗ് ആണ്, ഇവിടെയും ഷെയറിംഗ് ആണ്. പക്ഷേ ഈ ഷെയറിംഗ് നമ്മൾ 2 വന്നിരിക്കുന്നു. 2 വരാൻ പാടില്ല. ജെറണ്ടിന്റെ മുന്നിൽ 2 വരാൻ പാടില്ല. ഇതാണ് കറക്റ്റ് ആൻസർ. ഡു യു മൈൻഡ് ഷെയറിംഗ് സം പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക് എന്നതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. സമന്റ് എന്ന് പറയുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഫ്രേസൽ വെർബ്. സമന്റ് എന്ന് വെച്ചാൽ എന്താ? വിളിപ്പിക്കുക നടത്തില്ല. അപ്പോൾ സെൻഡ് ഫോർ ആണ് കറക്റ്റ് ആൻസർ. സെൻഡ് ഡൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻഡ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നാട് കടത്തുന്ന നമ്മൾ അല്ലെങ്കിൽ പുറത്താക്കുക എന്നൊക്കെയാണ് സെൻഡ് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻഡ് ഇൻ എന്നും സെൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും നമ്മൾ അയക്കുന്നതിന് നമ്മൾ സെൻഡ് ഇൻ അല്ലെങ്കിൽ സെൻഡ് ഓൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സെൻഡ് ഫോർ ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പസിഷൻ. ശരിയായ പ്രിപ്പസിഷൻ ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രിപ്പോസിഷൻ എന്ന് പറയാനെങ്കിലും ഇത് ആക്ച്വലി ഒരു ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫീൽ നോ കാം എബൌട്ട്. നമ്മൾ എബൌട്ട് എന്നേ വരത്തുള്ളൂ. കഴിഞ്ഞാൽ എബൌട്ട് ആണ് വരേണ്ടത്. അപ്പം എന്താണ്? ഫീൽ നോ
അപ്പോൾ എബൌട്ട് എന്ന് പറയുമ്പോൾ യാതൊരു നാണക്കേടും തോന്നാതിരിക്കുക എന്നർത്ഥമില്ല. യാതൊരു ആശങ്കയോ നാണക്കേടോ തോന്നാതിരിക്കുക നമ്മൾ അങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അഡ്ജക്റ്റീവ് ദാറ്റ് മീൻസ് കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ. ഇപ്പം കെയർഫുൾ അല്ലെങ്കിൽ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ എന്ന അർത്ഥം നൽകുന്ന വാക്ക്, ആ വാക്ക് ഇവിടെ എവിടെയാണ് ശരിയായ സ്പെല്ലിംഗിൽ കൊടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ ഏതായിരിക്കും? ഈ പറഞ്ഞ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ അടുത്ത പരീക്ഷയിൽ വേണമെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. എങ്ങനെ? കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ എന്ന് വന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള വൺ വേർഡ് എഴുതാൻ പറയുമ്പോൾ അവിടെ നമ്മുടെ ആൻസർ ഇത് തന്നെയായിരിക്കണം, കൺസെൻഷ്യസ്. ഓക്കെ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഏപ്രിൽ 23 PSC നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ശരിയായ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഹോം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്താണ്? ഹി ഹാസ് ലെഫ്റ്റ് ഹിസ്. ഇപ്പം നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വരണം? സഹായക്രിയ വരണം. ആദ്യം ഓക്സിലറി വെർബ് വരണം. എന്നിട്ട് അതിനുശേഷം പോസിറ്റീവോ നെഗറ്റീവോ നമ്മൾ ആഡ് ചെയ്യാം. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആഡ് ചെയ്തിട്ട് ദെൻ പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ്. പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ സഹായക്രിയ ഏതാ? ഹാസ് ആണ്. അപ്പോൾ നമുക്ക് ഹാസ് എഴുതാം, ഹാസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആഡ് ചെയ്യണം. അതെന്തിനെ ആശ്രയിച്ചാൽ? ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ ആശ്രയിച്ചാൽ. ഈ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആഡ് ചെയ്യണം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആഡ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് വേർഡ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകളൊന്നും ഇല്ല. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ടാഗിൻ്റെ കൂടെ ഇൻറ്റ്, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോട്ടിൻ്റെ വീക്ക് ഫോമായ ഇൻറ്റ് ചേർക്കുക. എന്നിട്ട് അതിനുശേഷം ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കുക. എന്നിട്ട് അതിൻ്റെ പ്രൊനൗൺ എഴുതുക. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഹി ആണ്. ഹി എന്ന് പറയുന്നത് പ്രൊനൗൺ ഫോമിൽ തന്നെയാണ്. സോ നമുക്ക് ഹി എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഹാസ് ഇൻ ഹി. അങ്ങനെ ഹാസ് ഇൻ ഹി എന്ന് വന്നിരിക്കുന്നത് ഏതാ? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ, ഹാസ് ഇൻ ഹി. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഗിവൺ സെന്റൻസ്. She teaches the art of producing beautiful handwriting. Beautiful handwriting, അല്ലെ? ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വൺ വേർഡ് എന്താ? ഇതായിരിക്കും കാലിഗ്രാഫിയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. കൊറിയോഗ്രാഫി നമുക്കറിയാം, സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ കൊറിയോഗ്രാഫി. അതുപോലെ തന്നെ ഡെമോഗ്രഫി നമുക്കറിയാം. അപ്പോൾ ഇവിടെ ചോദ്യം ഈ പറയുന്ന ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആണ്. എന്താണ്? കാലിഗ്രാഫിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്ലൂറൽ ഓഫ് ഡോട്ടർ ഇൻ ലോ? ഇത് പലർക്കും തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പലരും എന്ത് ചെയ്യും? എസ് ഏറ്റവും അവസാനം എഴുതും. അതായത് ലായുടെ കൂടെ എസ് ചേർത്ത് ഇൻ ലോസ് എന്നാക്കും. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻ ലോസ് എന്ന് പറയും. ഇത്രയും വെച്ച് നമ്മൾ പറയും ഇൻ ലോസ്. പക്ഷേ അതിന് മുന്നിൽ ഇതുപോലെ ഡാറ്റർ, സിസ്റ്റർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതായിരിക്കണം എന്താക്കേണ്ടത്? പ്ലൂറൽ ആക്കേണ്ടത്. ഇപ്പൊ ഡോട്ടേഴ്സ് ഇൻ ലോ, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഇൻ ലോ, അതുപോലെ തന്നെ മദേഴ്സ് ഇൻ ലോ, അതുപോലെ തന്നെ ഫാദേഴ്സ് ഇൻ ലോ. ഇതാണ് നമ്മൾ പ്ലൂറലിലേക്ക് മാറ്റേണ്ടത്. അപ്പൊ അതിൽ ഡോട്ടേഴ്സ് എന്ന് വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? ഈ തന്നിരിക്കുന്നത് ഏത് വേർഡാണ് ശരിയായ സ്പെല്ലിംഗിൽ കൊടുത്തിരിക്കുന്നതാണ് ചോദ്യം. ട്രാൻസിയന്റ് എന്ന് പറയുന്ന വാക്കിന്റെ
സ്പെല്ലിംഗ് ആണ് നമുക്കറിയേണ്ടത്. നമുക്കതിന്റെ മീനിങ് അറിയാം. എന്താണ്? നൈമിഷികം എന്നർത്ഥമില്ല, ടെമ്പററി എന്നൊക്കെയാണ് ട്രാൻസിയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ശരിയായ സ്പെല്ലിംഗ് എങ്ങനെയാണ്? നമുക്കറിയാം ട്രാൻ എന്ന് പറയുന്നത് TRAN വരും. ഇവിടെയും TRAN ഉണ്ട്, ഇവിടെയും അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ട്രെൻ എന്നാണ് വന്നിരിക്കുന്നത്, ഇവിടെയും ട്രെൻ എന്നാണ് വന്നിരിക്കുന്നത്. അത് തെറ്റ. അപ്പൊ ഡിയും സിയും നമുക്ക് കളയാം. അപ്പൊ ട്രാൻ എന്നാണ് വരുന്നത്. സിയന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? SIENT. ഇവിടെ ഒരു സി അഡീഷണൽ ആയി വന്നു, അത് പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ TRANSIENT, ട്രാൻസിയന്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കുക, ദോസ് സ്പെക്ടക്കിൾസ് ഡാഷ് ഓഫ് നോ യൂസ് ടു മീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും വരിക? ഈസ് ആണോ, ആമാണോ, ആറാണോ വരണം? നമുക്കറിയാം സ്പെക്ടക്കിൾസ് അല്ലേ, ചില വാക്കുകൾ എല്ലായ്പ്പോഴും പ്ലൂറലാവുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നമ്മൾ എന്താണ് വരേണ്ടത്? ഇവിടെ അതുപോലൊരു വാക്കാണ് ഈ സ്പെക്ടക്കിൾസ്. സ്പെക്ടക്കിൾസ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? പ്ലൂറലായിട്ടായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് പ്ലൂറലായിട്ടുള്ള സംഭവമാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ പ്ലൂറലായിട്ട് വന്നിരിക്കുന്ന ഏതാ? ഈസ് ആണോ, ആമാണോ, ആറാണോ? ഏതായിരിക്കും മനസ്സിലാക്കേണ്ട കാര്യം? ഇവിടെ ആറാണ് എന്ത് വന്നിരിക്കുന്നത്? പ്ലൂറലായിട്ട് വന്നിരിക്കുന്നത്. ആറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ആറാണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പം ദോസ് സ്പെക്ടക്കിൾസ് ആർ ഓഫ് നോ യൂസ് ടു മീ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് കാർഡിയം. കാർഡിയം എന്ന് പറയുന്ന, കാർപേഡിയം എന്ന് പറയുന്ന ഈ പറയുന്ന ഫോറിൻ ഫ്രേസിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? സീസ് ദ ഡേ അല്ലെങ്കിൽ എൻജോയ് ദ പ്രസന്റ് ഡേ എന്നുള്ളത് കറക്റ്റ്. എൻജോയ് ദ പ്രസന്റ്, ഇതാണ് ശരിയായിട്ടുള്ള. ഇനി അടുത്തത്, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പാസീവ് വോയിസ് ഫോർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ദ പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാസീവ് വോയിസിലേക്ക് മാറ്റാം. പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ആക്റ്റീവ് വോയിസിന്റെ പ്രത്യേകത എന്താ? അതെന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? സബ്ജക്റ്റിന് പ്രാധാന്യം. അതെന്ത് ചെയ്യുന്നു? സബ്ജക്റ്റിന് പ്രാധാന്യം. അപ്പൊ പാസീവ് വോയിസ് എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക? ഒബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം. അതിനകത്ത് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ തന്നിരിക്കുന്നത് ഒബ്ജക്റ്റ് ഏത് നോക്കുമ്പോൾ ദ പോസ്റ്റ്മാൻ ആണ് ഇവിടുത്തെ എന്ത്? സബ്ജക്റ്റ്. ഹാസ് ഡെലിവേർഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വെർബ്. ദ ലെറ്റർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ ദ ലെറ്റർ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങണം, അതാണ് ഒബ്ജക്റ്റ്. അങ്ങനെ ദ ലെറ്റർ എന്നാണ് ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്തരത്തിൽ ഹാസ് ഡെലിവേർഡ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 അല്ലേ? നമ്മുടെ ആക്റ്റീവ് വോയിസിലെ വെർബ് ഫോം ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാസ് ആണെങ്കിൽ ആൻഡ് ഹാസിന്റെയും V3 ഇടയ്ക്ക് ഒരു ബീൻ ചേർക്കണം. ഈ ഹാവ് ആണ്, ഹാവ് പ്ലസ് V3 ആണെങ്കിൽ ഹാവിന്റെയും V3 ഇടയ്ക്ക് ഒരു ബീൻ ചേർക്കണം. ഹാഡ് ആണെങ്കിൽ ഹാഡിന്റെ V3 ഇടയ്ക്ക് ബീൻ ചേർക്കണം. അതായത് ഹാസ് ഡെലിവേർഡ് ആണെങ്കിൽ ഹാസ് ബീൻ ഡെലിവേർഡ് എന്നാക്കണം. ഹാവ് ഡെലിവേർഡ് ആണെങ്കിൽ ഹാവ് ബീൻ ഡെലിവേർഡ് എന്നാക്കണം. ഹാഡ് ഡെലിവേർഡ് ആണെങ്കിൽ ഹാഡ് ബീൻ ഡെലിവേർഡ് എന്നാക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹാസ് ഓർ ഹാവ് എന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്തിനെ കൂടെ പരിഗണിക്കണം? ഒബ്ജക്റ്റിനെ പരിഗണിച്ച് വേണം എഴുതാൻ. ചിലപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, അത് ലെറ്റേഴ്സ് എന്നാണെങ്കിൽ നമുക്ക് ഹാസ് പറ്റത്തില്ല, നമ്മൾ ഹാവ് എന്നെ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഒബ്ജക്റ്റിന്റെ നമ്പേഴ്സും കൂടെ നോക്കി വേണം എഴുതാൻ. ഇവിടുത്തെ ലെറ്ററും ഇത് പോസ്റ്റ്മാൻ സിംഗുലർ തന്നെ ആയതുകൊണ്ട്, സബ്ജക്റ്റും ഒബ്ജക്റ്റും സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഹാസിനെ മാറ്റണ്ട, ഹാസ് തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബീൻ, ഈ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ബീൻ വരണം. ഹാസ് ബീൻ. അപ്പൊ ദ ലെറ്റർ ഹാസ് ബീൻ ഡെലിവേർഡ്.
അങ്ങനെ വന്നിരിക്കുന്ന നോക്കുക, ഈസ് ബീങ് എന്ന് വന്നിരിക്കുന്നത് തെറ്റാണ്, വാസ് ബീങ് എന്നാണ് വന്നിരിക്കുന്നത് തെറ്റാണ്, ഹാസ് ബീൻ ഉണ്ട് ഇവിടെ, ഹാസ് ബീൻ ഇവിടെ പക്ഷെ ഹാവ് ബീൻ വന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം ലെറ്റർ സിംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ കളയാം. ഇത്ര ആയപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടി. സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതാണ് ദ ലെറ്റർ ഹാസ് ബീൻ ഡെലിവേർഡ് ബൈ ദ പോസ്റ്റ്മാൻ അല്ലേ. അപ്പോൾ ഇത് സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ദ ലെറ്റർ ഹാസ് ബീൻ ഡെലിവേർഡ് ബൈ ദ പോസ്റ്റ്മാൻ. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ ആന്റണിം ഫോർ കിൻഡൽ? കിൻഡൽ എന്ന് പറയുന്നതിന്റെ ആന്റണിം എന്താണ്? കിൻഡൽ എന്ന് വെച്ചാൽ എന്താ? ഫയർ അല്ലെങ്കിൽ കത്തിക്കുക അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ അർത്ഥമില്ല കിൻഡൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ഉണർത്തുക എന്നൊക്കെയാണ് കിൻഡൽ. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ? അണയ്ക്കുക. അപ്പൊ അണയ്ക്കുക എന്ന് പറയുമ്പോൾ എക്സ്റ്റിങ്ക്വിഷ് ആണ്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ദ സിംഗർ ഈസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ സെഡ് ദ PE. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഭാഗത്ത് നമുക്ക് എന്തെന്ന് പറയാം? റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ സെഡ് ദാറ്റ് എന്ന് എഴുതിയാൽ മതി. അതാണ് നിയമം. എന്നാൽ PSCയുടെ ഈ ഇടയ്ക്കുള്ള ആൻസർ കീയിലും അതുപോലെ ക്വസ്റ്റ്യനിലൊക്കെ ഇത്തരത്തിലുള്ള തെറ്റുകൾ വരാറുണ്ട്. നമുക്ക് ടോൾ ദാറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. ടോൾ ദാറ്റ് എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഒബ്ജക്റ്റ് വേണം. PA ടോൾഡ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ദാറ്റ് ആണ് വരേണ്ടത്. ഓക്കെ, സെഡ് ദാറ്റ് എന്ന് മതി. ഇവിടെ എപ്പോഴും ടോൾ ദാറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് PSCയുടെ മിസ്റ്റേക്ക് ആണ്. സോ അത് നമുക്ക് കളയാം. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ദ സിംഗർ തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ എപ്പോഴും ഒരു മാറ്റവും വരുത്തില്ല, അത് തന്നെയായിരിക്കും ദ സിംഗർ. ഇനി ഈസ് ലീവിംഗ് എന്നാണ് നോക്കുന്നത്. ഈസ് എന്താവണം? വാസ് ആവണം. കാരണം ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട്, സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആയതുകൊണ്ട് ഈസിനെ വാസ് ആക്കണം. അപ്പം അങ്ങനെ പറയാം, ദ സിംഗർ വാസ് ലീവിംഗ്. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? വാസ് ലീവിംഗ്. ഇനി ഫോർ ഇംഗ്ലണ്ട് ടുമോറോ. ടുമോറോ എന്താവണം? ദ നെക്സ്റ്റ് ഡേ എന്നാണ്. ദ നെക്സ്റ്റ് ഡേ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഇവിടെ ടുമോറോ എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. നമ്മുടെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതാണ് the PA told that the singer was leaving for England next day. ഇതാണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയറ്റ് ഫെമിനൈൻ ഫോം ഓഫ് ബെയർ. ബെയർ എന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട് എന്നാണ്. അപ്പോൾ ബോയ് ഫ്രണ്ടിന്റെ ഓപ്പോസിറ്റ് ഗേൾ ഫ്രണ്ടാണ്. സോ അപ്പോൾ ഗേൾ ഫ്രണ്ട് എന്ന അർത്ഥം വരുന്ന ഏതാനകത്ത്? ബെല്ലയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ബക്കും ഹാർട്ട് എന്ന് വെച്ചാൽ ഡിയർ എന്നാണ് അർത്ഥം. ഡിയർ. ലാസ്റ്റ് നമുക്കറിയാലോ, ലാഡും ലാസും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ബെല്ലെ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. നാല് 5/2024, അതായത് മെയ് 4, 2024 നടന്ന ഫീമെയിൽ വാർഡൻ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് PSC നടത്തിയ പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് സോ ദാറ്റ്. സോ ദാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. അതായത് ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടു എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിർമ്മിതമായിട്ടിരിക്കുന്ന സെന്റൻസ് ആണ്. അപ്പൊ അത്തരത്തിൽ ടു എന്ന് പറയുന്നതിനെ സോ ദാറ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നെഗറ്റീവ് സെന്റൻസിലായിരിക്കണം എഴുതേണ്ടത്. അതായത് നോട്ട് എന്ന് പറയുന്ന സംഭവം ചേർക്കണം. അത് എവിടാ ചേർക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ടുവിന്റെ സ്ഥാനത്ത് സോ ചേർക്കും. എന്തായി? ദ ജേം ഈസ് സോ സ്മോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ദാറ്റ് ചേർക്കണം. ദാറ്റ്. ഇനി ഈ ബി ഉണ്ടല്ലോ, ബി സി, അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഈ ടുവിനെ അങ്ങ് കളഞ്ഞു. അവിടെയാണ് നമ്മൾ ദാറ്റ് ചേർത്തത്. ബാക്കി ഇനി നമുക്ക് എഴുതാനുള്ളത് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ മാത്രം എഴുതിയാൽ ശരിയാവത്തില്ല. ഇതിനെ എന്താണോ സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ഫോം നമ്മൾ എഴുതണം. അതായത് ദ ജേം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് തന്നെ ഈ ദാറ്റിന് ശേഷവും നമ്മൾ എഴുതണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ സബ്ജക്റ്റ് ആയതുകൊണ്ട് ദ ജേം നമുക്ക് വീണ്ടും എടുത്തെഴുതേണ്ട കാര്യമില്ല.
അതിന് പകരം അതിൻ്റെ പ്രൊനൗൺ ആയിട്ടുള്ള ഇറ്റ് നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ബി സി എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബ് ഫോം. ആ വെർബ് ഫോമിന്റെ തൊട്ട് മുമ്പിൽ നമുക്ക് ക്യാനോ കുഡോ എഴുതാം. ക്യാൻ അല്ലെങ്കിൽ കുഡ് എഴുതാം. അതെന്തിനെ ആശ്രയിച്ച ഈ പറയുന്ന ഭാഗം, അതായത് ഈ സോ അല്ലെങ്കിൽ ദ ജേം ഈസ് സോ സ്മോൾ എന്ന് പറയുന്ന ഈ ഭാഗമില്ലേ, ഈ ഭാഗത്തിലെ ടെൻസ് നോക്കുക. ഇവിടെ നോക്കുക, ഈസ് ആണ് വന്നിരിക്കുന്നത്. ഈസ് ആകുമ്പോൾ പ്രസന്റ് ആണല്ലോ. പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ക്യാൻ എഴുതാം. ഇവിടെ പാസ്റ്റ് ആയിരുന്നെങ്കിലോ നമുക്ക് കുഡ് എഴുതാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാൻ എഴുതാം. ഇറ്റ് ക്യാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാൻ്റെ കൂടെ നോട്ടും കൂടെ ചേർക്കും. അപ്പൊ എന്തായി? കനോട്ട്. അപ്പൊ എങ്ങനെ ആയിരിക്കണം ആൻസർ? ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്ന് വരണം. അപ്പൊ എങ്ങനെ ആവണം? ദ ജേം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി. കനോട്ടിന്റെ ഷോർട്ട് ഫോം എന്താണ്? കാൻഡ് ആണ്. ഇറ്റ് കനോട്ട് ബി എന്ന് വരാം, ഇറ്റ് ക്യാൻ ബി നമ്മുടെ ഓപ്ഷനിൽ വരാം. ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. അപ്പൊ അത്തരത്തിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നോക്കാം, ദ ജേം ഈസ് സോ എഴുതിയിട്ടുണ്ട്, ഇവിടെയും ദാറ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ജേമിന്റെ പ്രൊനൗൺ നമ്മൾ ഇറ്റ് എഴുതി, പിന്നെ ക്യാൻ എഴുതി, പിന്നെ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ നോട്ടില്ല. ഇത് തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ ദ ജേം ഈസ് സോ സ്മാൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ട് വരിക. ഈ ബാക്കിയുള്ളവ നമുക്ക് നോക്കാം. ഇതിപ്പോ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ബാക്കിയുള്ളവയിൽ നമുക്ക് നോക്കാം. നോക്കുന്ന സമയത്ത് ഇവിടെ സോ ഉണ്ട്, ബട്ട് ഇവിടെ കുഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രസന്റ് ആകുമ്പോൾ ഇവിടെ പാസ്റ്റ് ആകാൻ പാടില്ല. പിന്നെ ഇവിടെ സോ എഴുതി, പക്ഷേ എന്താ സംഭവിച്ചത്? ഈ ടു ബി സീൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും എഴുതി വെച്ചു. അങ്ങനെ എഴുതാൻ പാടില്ല. ഇവിടെ ടു ആയിരുന്നെങ്കിൽ നമുക്ക് ടു ബി സീൻ എന്ന് പറഞ്ഞിട്ട് എഴുതാമായിരുന്നു. സോ വന്ന സ്ഥിതിക്ക് നമുക്ക് ദാറ്റ് എഴുതണം. അതിനുശേഷം ഈ സബ്ജക്റ്റിന്റെ പ്രൊനൗൺ ഫോം എഴുതണം. പിന്നെ ക്യാനോ ആണോ കുഡാണോ എന്നുള്ളത് ഇവിടുത്തെ ടെൻസ് നോക്കി എഴുതണം. പിന്നെ ടു ആയതുകൊണ്ട് നമുക്ക് നോട്ട് എഴുതണം. അങ്ങനെ വേണം എഴുതി വരാൻ. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ നമ്മൾ ടുവുമായി ബന്ധപ്പെട്ട് വരുന്ന സെന്റൻസിനെ റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് സോ ദാറ്റ് കൊണ്ട് റീറൈറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടുവിന്റെ സ്ഥാനത്ത് സോ എഴുതുക, എന്നിട്ട് തുടർന്നുള്ള അഡ്ജക്റ്റീവ് എഴുതുക. സ്മാൾ ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. അതിനുശേഷം നമ്മൾ ദാറ്റ് എഴുതണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുക, ആ സെന്റൻസിലെ സബ്ജക്റ്റ് നോക്കുക. ആ സബ്ജക്റ്റിന് അനുസൃതമായിട്ടുള്ള എന്താണ് പ്രൊനൗൺ ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ ജേം എന്നായതുകൊണ്ട് നമുക്ക് ഇറ്റ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു പേഴ്സൺ ആയിരുന്നെങ്കിലോ, ഇപ്പം മഹേഷ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഹി എന്ന് എഴുതാമായിരുന്നു. അപ്പൊ ആ സബ്ജക്റ്റിനനുസരിച്ചുള്ള പ്രൊനൗൺ നമ്മൾ എഴുതണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ക്യാനോ കുഡോ എഴുതണം. ക്യാൻ എഴുതേണ്ടത് എന്തിനെ ആശ്രയിച്ചാ, അല്ലെ ക്യാനോ കുഡോ എഴുതേണ്ടത് എന്തിനെ ആശ്രയിച്ചായിരിക്കണം? ഈ പറയുന്ന സെന്റൻസിന്റെ ടെൻസ് നോക്കുക. ഇവിടെ ഈസ് എന്നാണ് വന്നിരിക്കുന്നത്. ഈസ് പ്രസന്റ് ആയതുകൊണ്ട് നമുക്ക് ക്യാൻ എഴുതാം. ഇവിടെ വാസ് ആയിരുന്നെങ്കിൽ നമുക്ക് കുഡ് എഴുതാം. അങ്ങനെ ക്യാനോ കുഡോ എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് അതിനൂടെ ചേർക്കണം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന നെക്സ്റ്റ് പാർട്ടിലെ വെർബ് തൊട്ട് എഴുതുക. ഇവിടെ ബി സീൻ ആണ് ഇവിടുത്തെ വെർബ്, അതൊട്ട് എഴുതുക വിത്ത് എ നേക്കഡ്. അപ്പോൾ ദ ജേം ഈസ് സോ സ്മാൾ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്ന് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ഇക്വലന്റ് ടു എ feeling of shyness or embarrassment that stops you from doing or saying what you really want. ഇത് വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്? എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബറാസ്മെന്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സേയിങ് വാട്ട് യു റിയലി വാണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് പറയണമെന്നോ ആഗ്രഹിക്കുന്നതിനെ തടയുന്ന ഒരു തരം എന്താണ് എംബറാസ്മെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഷൈനസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ നമുക്ക് എന്തായിരിക്കാം പറയുക? നമ്മൾ സഭാകമ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനെ നമുക്ക് എന്തായിരിക്കും എൻ്റെ വൺ വേർഡ് ആയിട്ട് പറയാൻ പറ്റുക? ഇൻഹിബിഷൻ ആണ് പറയാൻ പറ്റുക. അതാണ് ഇൻഹിബിഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. മിസറബിൾ നമുക്കറിയാം ദയനീയം, പെസിമിസം നമുക്കറിയാം ശുഭാപ്തി വിശ്വാസമില്ലായ്മ, അഗ്രസീവ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്രമണോത്സുകത, അല്ലേ? അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇൻഹിബിഷൻ ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. Fill in the blank in the given below sentence. Neither of them dash me. നമ്മൾ മനസ്സിലാക്കേണ്ടത് നെയ്തർ അല്ലെങ്കിൽ എയ്തർ. നെയ്തറും എയ്തറും എത്ര പേരെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്? രണ്ട് പേരെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെയ്തറും. ഓക്കെ, എന്നാൽ നണ്ണ് വരികയാണെങ്കിലോ ഒന്നിൽ കൂടുതൽ പേരെ കുറിച്ച് പറയാൻ വേണ്ടി നണ്ണ് ഉപയോഗിക്കാം.
അപ്പം നൺ ഓഫ് ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. നെയ്തർ ഓഫ് ദം എന്ന് പറയുമ്പോൾ അവിടെ 2 പേരേ ഉള്ളൂ. അപ്പം നെയ്തർ ആയാലും ഏതർ ആയാലും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നെയ്തർ വന്നാലും ഏതർ വന്നാലും നമ്മുടെ വെർബ് ഫോം എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏത്? ലവ് സിംഗുലർ ആണോ? അല്ല. ആർ ലവിങ് സിംഗുലർ ആണോ? അല്ല, പ്ലൂറലാണ്. ഹാസ് ലവ് ഇല്ലാത്ത ഹാസ് സിംഗുലർ ആണ്. പക്ഷെ ഹാസ് ഓർ ഹാവ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ V3 ഫോം എഴുതാവും. ലൗഡ് എന്നായിരുന്നു നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാമായിരുന്നു. അപ്പൊ ഇതും അല്ല. ലവ്സ് നോക്കുമ്പോൾ അതെന്താണ്? സിംഗുലർ ആണ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ എന്താ ഇങ്ങനെ വരും? നെയ്തർ ഓഫ് ദം ലവ്സ് മീ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഹി സെഡ്. ഇത് നോക്കുമ്പോൾ ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കുക, അലാസ് എന്ന് പറയുന്ന ഒരു ഇന്റർജെക്ഷൻ വന്നിട്ടുണ്ട്. എന്താണ് ഇന്റർജെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ട്രോങ് ഫീലിങ്സിനെ സൂചിപ്പിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ശക്തമായ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന വാക്ക്, അതിന് നമുക്ക് ഇന്റർജെക്ഷൻ എന്ന് പറയാം. അലാസ് എന്ന് പറയുന്ന അത് ഇന്റർജെക്ഷൻ ആണ്. അത് ശക്തമായ വികാരത്തെ പ്രകടിപ്പിക്കുന്നു. എങ്ങനെയുള്ള വികാരം? ദുഃഖത്തെ, ദയനീയതയെ, സങ്കടത്തെ ഒക്കെ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന വേർഡാണ് അലാസ്. അപ്പം സങ്കടം, വിഷമം, ദയനീയത ഇതെന്നൊക്കെ പറയുന്ന ശക്തമായ വികാരങ്ങളാണ്. സോ ആ വേർഡിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്റർജെക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെയുള്ള സെന്റൻസ് എന്ന് വിളിക്കാം? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് വിളിക്കാം. എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ പ്രത്യേകത എന്താ? സ്ട്രോങ് ഫീലിങ്സിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. സാധാരണ എക്സ്ക്ലമേറ്ററി സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്ന് എഴുതാം. അങ്ങനെയുള്ള ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ലെങ്കിൽ സാധാരണ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും തുടങ്ങുക? ഒന്നിൽ വാട്ടിൽ തുടങ്ങാം, അല്ലെങ്കിൽ ഹൗവിൽ തുടങ്ങാം. വാട്ട് എ വണ്ടർഫുൾ പിക്ചർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അങ്ങനെയാണ് പൊതുവെ തുടങ്ങുക. എന്നാൽ നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ഫോമിലും എഴുതാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ സ്റ്റേറ്റ്മെന്റ് ഫോമിൽ എഴുതാം. സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ആ രീതിയിൽ നമുക്ക് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യുക? ആ സെന്റൻസുകളുടെ തൊട്ട് മുമ്പിൽ ഇത്തരത്തിലൊരു ഇന്റർജെക്ഷൻ തരും, എന്നിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചോണം ഇതെന്താണ്? ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എന്നാൽ ഇങ്ങനെയുള്ള സെന്റൻസുകളെ നമുക്ക് എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ഇന്റർജെക്ഷൻ ഉണ്ടല്ലോ, അതായത് ഓരോരോ ശക്തമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇന്റർജെക്ഷൻ അല്ലെങ്കിൽ വാക്കുകൾ, അവ എന്തിനെ സൂചിപ്പിക്കുന്നു അത് നമ്മൾ എഴുതണം. ഇവിടെ അലാസ് എന്ന് പറയുന്നത് കരച്ചിലിനെ സൂചിപ്പിക്കുന്നത്, സങ്കടത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കരയുക എന്ന് പറയുമ്പോൾ ക്രൈ എന്നാ പറയുന്നത്. അപ്പൊ ക്രൈഡ് എന്ന് പറയുന്ന വാക്ക് വരണം, അത് വന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ക്രൈഡ് എന്ന് വന്നിരിക്കുന്ന വാക്കുകൾ ഏത്? ഹി ക്രൈഡ്. ഇവിടെ ഹി ക്രൈഡ്. അപ്പൊ അതുകൊണ്ട് ബി ഡി നമുക്ക് പരിഗണിക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് ശരിയായ രീതിയിലാണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവിടെ മൈ അങ്കിൾ, ഹി ആണല്ലോ പറഞ്ഞത്, അവനാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലമാണ്. അപ്പൊ കഴിഞ്ഞ കാലത്തിൽ ഇത് വരാൻ പാടും. അപ്പൊ മൈ അങ്കിൾ എന്ന് പറയുമ്പോൾ ഹിസ് അങ്കിൾ എന്ന് വരും. ഹിസ് അങ്കിൾ, ഇവിടെയും ഹിസ് അങ്കിൾ ഉണ്ട്. എന്നാൽ ഇവിടെ കയറി അലാസ് എന്ന് എഴുതി അങ്ങനെ എഴുതാൻ പാടില്ല. നമ്മൾ ഈ ക്രൈഡ് ഔട്ട് അല്ലെങ്കിൽ ക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആൻസറിൽ അലാസ് എന്ന് എഴുതാൻ പാടില്ല. അപ്പം തുടക്കത്തിൽ നമുക്ക് ഇതിനെ അങ്ങ് കളയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതായിരിക്കും ആൻസർ. നമുക്ക് നോക്കാം. ഹിസ് അങ്കിൾ മെറ്റ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്താവണം? പാസ്റ്റ് പെർഫെക്റ്റ് ആവണം. അതായത് ഹാഡ് പ്ലസ് V3 എന്ന് ആകണം. അപ്പൊ ഹാഡ് മെറ്റായി വിത്ത് ആൻ ആക്സിഡന്റ്. അങ്ങനെ ആകുമ്പോൾ എന്തുകൊണ്ടും ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ.
മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഇവിടെ നോക്കാം, ഫാസ്റ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഫാസ്റ്റർ എന്നുള്ളത് കമ്പാരിറ്റീവ് ആണ്. എന്തിൻ്റെ? ഫാസ്റ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രിയുടെ കമ്പാരിറ്റീവ് ആണ് ഫാസ്റ്റർ. അതിൻ്റെ സൂപ്പർലേറ്റീവ് എന്തായിരിക്കും? ഫാസ്റ്റസ്റ്റ്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് എന്ന് വന്നിരിക്കുന്ന അല്ലേ, ഫാസ്റ്റസ്റ്റ് എന്ന് വന്നിരിക്കുന്ന വാക്കുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമ്മുടെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഫാസ്റ്ററാണ് വന്നിരിക്കുന്നത്, അത് തെറ്റാണ്. എന്നാൽ ഇവിടെ ഫാസ്റ്റസ്റ്റ് ഒന്നുണ്ട്, ഫാസ്റ്റസ്റ്റ് എന്ന് ഉണ്ട്, പക്ഷെ അതിനുശേഷം ദാൻ വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കമ്പാരിറ്റീവിടെ കൂടെ ദാൻ ഉപയോഗിക്കത്തുള്ളൂ, അപ്പോൾ ഇതും തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഫാസ്റ്റസ്റ്റ് ഒപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് ദായുണ്ട്. സൂപ്പർലേറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഉപയോഗിച്ചിരിക്കണം. അപ്പം അങ്ങനെ വെച്ചാൽ ഇത് കറക്റ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഫാസ്റ്റർ എന്നാണ് വന്നിരിക്കുന്നത്, അതും കമ്പാരിറ്റീവ് തന്നെയാണ്, അപ്പോൾ തെറ്റാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസറിലേക്ക് വന്നത് ഏതാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഓഫ് ആൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ, സി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഗിവൺ ബിലോ. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ. അതായത് ഈ കോമ്പൗണ്ട് വാളിന്റെ മീതെ അതിന്റെ മുകളിലൂടെ ബർഗ്ലർ ചാടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മുകളിലൂടെ, മീതെ എന്നൊക്കെ വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? ഓവർ ആയിരിക്കണം. ഓവർ. അപ്പോൾ ദ ബർഗ്ലർ ജംപ്ഡ് ഓവർ ദ കോമ്പൗണ്ട് വാൾ എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്ത് ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടുത്തെ ഇഡിയം ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇഡിയം. അതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായിരിക്കും ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇത് ഇനി നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പം നോട്ട് ചെയ്യുക. ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് വെച്ചാൽ ബിക്കം വെരി കൺഫ്യൂസ്ഡ്. നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആകുക. എപ്പോഴാണ്? വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. നമ്മൾ എന്തെങ്കിലും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിന് നമ്മൾ ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓൺ ഡാഷ് വേ വി സാ ഡാഷ് വൺ ഐഡ് ബെഗർ. ഇവിടെ എന്ത് വരിക? മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ പോയ വഴി അല്ലെങ്കിൽ ഞങ്ങൾ വരുന്ന വഴി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട അവിടെ ഒരു ലക്ഷ്യമുണ്ട്, എവിടെ എത്തണമെന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ആ പ്ലേസിലേക്ക് പോകേണ്ട വഴി, അപ്പോൾ തീർച്ചയായിട്ടും ആ വഴി എന്താണ്? ഡെഫിനിറ്റ് ആണ്, സ്പെസിഫൈ ചെയ്യുന്ന വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഇവിടെ ദായാണ് കറക്റ്റ് ആൻസർ. ഓൺ ദ വേ. ഇനി ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊരു വൺ ഐഡ് ബെഗറിനെ കണ്ടു. ഇത് പലപ്പോഴും എത്രയോ വർഷം കൊണ്ട് PSC ചോദിക്കുന്നതാണ്. വൺ ഐഡ് വെച്ച് ഈ വൺ ഐഡ് ബെഗർ, ബാക്കിയുള്ള ചില ഭാഗങ്ങളൊക്കെ മാറ്റം വരാം അല്ലേ, പക്ഷേ ഈ വൺ ഐഡ് ബെഗർ എന്ന് പറയുന്നത് PSC ആണ്ട് 10-30 വർഷം കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം പല പരീക്ഷകളും ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൺ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓയാണിത്. ഓ നമ്മൾ നോക്കുമ്പോൾ വവലാണ്. അപ്പോൾ നമ്മൾ ആൻ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അക്ഷരങ്ങളെ നോക്കിയല്ല, പകരം അവിടുത്തെ ഉച്ചാരണമാണ് നോക്കുന്നത്. ഇവിടെ നോക്കാം, വാ എന്നാണ് വന്നിരിക്കുന്നത്. വാ എന്ന് പറയുന്നത് എന്താണ്? കൺസണന്റ് സൗണ്ട് ആണ്. സോ നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ദ എ എന്ന് വന്നിരിക്കുന്നത് ഏതാ? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓൺ ദ വേ വി സാ എ വൺ ഐഡ് ബെഗർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ അബ്രിവിയേഷൻ ഗിവൺ ബിലോ? AM. AMന്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചത്. നമുക്കറിയാം AM നമ്മൾ പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? രാവിലത്തെ സെഷനെയാണ് നമ്മൾ പറയുന്നത്. മധ്യാഹ്നത്തിന് മുന്നേ. മധ്യാഹ്നം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മിഡ് ഡേ ആണ്. പകുതി ദിവസം അതിൻ്റെ മുന്നിലുള്ളത്. അപ്പം മിഡ് ഡേക്ക് മുമ്പുള്ളത്. അപ്പം അങ്ങനെ വന്നിരിക്കും നോക്കാം, ബിഫോർ മിഡ് ഡേ. പിന്നെ ആൻറ്റി. ഇതാണ് കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ആൻറ്റി മെറിഡി, ബിഫോർ മിഡ്. അടുത്ത് നോക്കാം, ഫൈൻഡ് ഒരു സിനോണിം ഫോർ ദ വേർഡ് ഫിയർഡ്.
ഫിയേർഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനിമയാണ് ചോദിച്ചത്. എന്താണ് ഫിയേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാറൽ എന്നാണ്, വഴക്ക്, ശത്രുത. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. PSC 2024 മെയ് 11 കോമൺ പ്രിലിമിനറി എക്സാം, ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് വേണ്ടി നടത്തിയ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക, വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? ക്വിക്ക്ലി എന്ന് പറയുന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ്? നമുക്കറിയാം LYയിൽ അവസാനിക്കുന്നത് മിക്കപ്പോഴും എന്തായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. ഓക്കെ, ക്വിക്ക്ലി, ബ്യൂട്ടിഫുള്ളി, മെറ്റിക്കുലസ്ലി, കെയർഫുള്ളി, ഇതൊക്കെ എന്തായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ ആഡ്വർബ് ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ്. ഇതിനകത്ത് എവിടെയാണ് സ്പെല്ലിംഗ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്? നെസസറി എന്ന് പറയുന്ന വാക്കാണ് ചോദ്യം. അപ്പൊ നെസസറിയുടെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, NECESSARY, നെസസറി. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് ഈ ഒന്ന് മാത്രമാണ്, ബാക്കി രണ്ടും തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 2 and 3 നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 2 and 3 എന്ന് വന്നിരിക്കുന്ന ഏതാണ്? ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. 2 and 3 ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. അതായത് ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ പ്രിപ്പോസിഷൻ ഇൻകറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എവിടെയൊക്കെയാണ്? നോക്കുമ്പോൾ ഹീസ് അലർജിക് ടു കാറ്റ്സ്, ഇത് കറക്റ്റ് ആണ്. ഷീസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ, ഇതും കറക്റ്റ് ആണ്. എന്നാൽ ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇന്നല്ല വരേണ്ടത്, പകരം ഓൺ ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെയാണ് തെറ്റ്. എടുത്ത് നോക്കുമ്പോൾ ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ്, ഇതും ശരിയാണ്. ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്ന ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇൻസിസ്റ്റഡിന് ശേഷം ഓൺ ആണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഈ തന്നിരിക്കുന്നത് 4 സെന്റൻസുകൾ ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത്? നോക്കുമ്പോൾ ഇവിടെ എസ്റ്റർഡേ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എസ്റ്റർഡേ വരുവാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. ഇവിടെ വെന്റ് സിമ്പിൾ പാസ്റ്റ് ആണ്. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ, ഇപ്പൊ പ്രസന്റിലാണ് പറയേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഹി വാക്ക് എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ വാക്ക് സബ്ജക്റ്റ് സിംഗിൾ ആകുമ്പോൾ ഒരിക്കലും വെർബ് പ്ലൂറൽ ആവാൻ പാടില്ല. കറക്റ്റ് വരേണ്ടത് എങ്ങനെ? ഹി ഹാസ് വാക്ക് 2 miles ദിസ് മോർണിംഗ് എന്നാണ് വരേണ്ടത്. ഇവിടെ തെറ്റ് വന്നിട്ടുണ്ട്. ദേ ഹാവ് ഈറ്റഡ് എന്ന് പറയത്തില്ല, കാരണം ഹാവ് ഓർ ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ്, അതിനുശേഷം നമ്മൾ V3 ഫോം ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ ഈറ്റൺ എന്നായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. ഓക്കെ, വി ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ എന്ന് പറയുമ്പോൾ ഇവിടെ വി ആർ ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ എന്നാണ് വിടേണ്ടത്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പം 1, 2, 3 തെറ്റുകളാണുള്ളത്. അത് ശരി എന്ന് പറയുന്നത് ഈ ഒന്നാമത്തത് മാത്രമാണ്. അപ്പൊ ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒന്ന് മാത്രമായിട്ട് കൊടുത്തിട്ടില്ല. സോ അങ്ങനെ അപ്പോൾ ഇവിടുത്തെ നൺ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ്. ഇവിടെ നൺ ഓഫ് ദ എബോവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഓപ്ഷനിലെ ഒന്നുമില്ല എന്നർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ശരിയായ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് കൊണ്ട് ചോദിച്ചത് കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെർബ് സിംഗുലർ ആകണം. അപ്പൊ ഈച്ച് ഇവിടെ ഹാവ് വന്നു, അപ്പൊ ഇത് തെറ്റാണ്. എന്നാൽ ഈച്ച് വന്നപ്പോൾ ഇവിടെ ഹാസ് വന്നു, അപ്പൊ ഇത് ശരിയാണ്. ഈച്ച് വന്നിട്ട് ഇവിടെ ഹാവ് വന്നു, അപ്പൊ അത് തെറ്റാണ്. അപ്പം സിയും എയും തെറ്റാണ്. നമുക്ക് തുടക്കത്തിലെ മനസ്സിലായി. ഈ ശരിയാണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്, വേറൊരു കാര്യമുണ്ട്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ് എന്ന് വരത്തില്ല, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ് വരേണ്ടത്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ് എന്ന് വന്നു, അത് തെറ്റാണ്. ആ പ്രയോഗം തെറ്റാണ്. ഇവിടെ ഹാസ് വന്നിട്ടുണ്ട്, ഓക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ് പറയേണ്ടത്. ആ വിദ്യാർത്ഥികളിൽ ഓരോരുത്തരും. ഇവിടെ സ്റ്റുഡൻറ് എന്ന് മാത്രമേ ഉള്ളൂ, സ്റ്റുഡൻസ് എന്ന് വരണം, തെറ്റാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ ഗ്രാമാറ്റിക്കലി അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റുമായിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏത്? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് ദ പാസീവ് വോയിസ്.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാസീവ് വോയിസിൽ ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏത്. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വെർബ് ഫോം, ഏതൊരു പാസീവ് വോയിസിന്റെയും പൊതുവായിട്ടുള്ള വെർബ് ഫോം എങ്ങനെയായിരിക്കണം? ബി ഫോംസ്, ബിയുടെ രൂപങ്ങൾ അല്ലെ, ബി ഫോംസ് പ്ലസ് V3, ഇതായിരിക്കണം വെർബ് ഫോം വരേണ്ടത്. ബി ഫോംസ് പറയുമ്പോൾ അറിയാലോ ബിയുടെ രൂപങ്ങൾ. ബിയുടെ രൂപങ്ങൾ ഏതൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്, വെയർ, പിന്നെ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, ബീയിങ്. ഇതാണ് ബിയുടെ ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരികയും അപ്പം V3 വരണം. ഇവിടെ നോക്കുമ്പോൾ വാസ് വന്നിട്ടുണ്ട്, അത് ബിയുടെ ഫോം ആണ്. പക്ഷേ ബേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് V3 ഫോം അല്ല, അപ്പൊ അത് തെറ്റാണ്. ഇവിടെ അതുപോലെ ഈസ് വന്നിട്ടുണ്ട്, ബി ഫോംസിൽ പെടുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ ഇതാണ് V3 ഫോം അല്ല, അപ്പൊ അതും തെറ്റാണ്. ഹാസ് വന്നിട്ടുണ്ട്, പക്ഷെ ഹാസ് ബീൻ എന്നാണ് വരേണ്ടത്. ബേക്കഡ് വന്നെങ്കിലും ബേക്കഡ് എന്ന് പറഞ്ഞാൽ V3 ആണ്, പക്ഷെ ഇവിടെ ബി ഫോംസ് അല്ല വന്നിരിക്കുന്നത്, ഹാസ് ആണ് വന്നിരിക്കുന്നത്. ഹാസ് ബീൻ എന്നായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇതും തെറ്റ്. ഇവിടെ വിൽ ബേക്ക്, ഇത് വില്ല് ബിയുടെ രൂപമല്ല, ബേക്ക് V3 അല്ല, ഇതും തെറ്റാണ്. അപ്പൊ പൊതുവെ നോക്കുമ്പോൾ ഈ പറയുന്ന ഓപ്ഷനിൽ ഒന്നും എന്തില്ല, പാസീവ് വോയിസ് ഇല്ല. അപ്പൊ ഇത് PSCയുടെ ഒരു കുഴപ്പമാണ്. കാരണം PSC ഇത്തരത്തിൽ ചില പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഇത്തരത്തിൽ പ്രൂഫ് റീഡിംഗ് ഒന്നും ഇല്ലാതെ തെറ്റ് വരുത്താറുണ്ട്. അപ്പൊ അതിൽ പെട്ട ഒരു ചോദ്യമാണിത്. പക്ഷെ എങ്കിൽ PSCയുടെ ആൻസർ കീ ആയിട്ട് വിചിത്രമായ രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഈ ആൻസറാണ്, എ എന്ന് പറയുന്ന ഓപ്ഷൻ. അത് തെറ്റുമാണ്. കാരണം ഇവിടെ ബി ഫോംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ V3 ഫോമാണ് വരേണ്ടത്. ഇതൊരിക്കലും ഇതല്ല, ശരിയായ പാസീവ് ഫോം അല്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തൊരു ആൻസർ ഇല്ല. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, സെലക്ട് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, അതായത് പങ്ക്ച്വേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഒക്കെ ഇതിനകത്ത് വരുന്ന, പങ്ക്ച്വേഷനകത്ത് വരുന്നതാണ് ക്യാപിറ്റലൈസേഷൻ. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഏത് നോക്കുമ്പോൾ ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ഐ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടത്തുള്ളൂ. പിന്നെ ഐ ആം ഗോയിങ് ടു ദ മോൾ. ഇത് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നോക്കുമ്പോൾ ഐ ചെറുതായിപ്പോയി, ഇവിടെ നോക്കുമ്പോൾ എ വലുതാക്കി എഴുതി, ഇവിടെ നോക്കുമ്പോൾ ഐ ചെറുത് AM വലുതാക്കി എഴുതി. ഇതെല്ലാം തെറ്റാണ്. അത് ശരിയായിട്ട് വന്നിരിക്കുന്നത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് ആന്റണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോദ്യം. ഏത്? ഐഡന്റിഫൈ ദ കറക്റ്റ് ആന്റണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ എന്ന് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താമായിരുന്നു? അൺകംഫർട്ടബിൾ എഴുതാമായിരുന്നു. അതാണ് കറക്റ്റ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഫോംഡ് വിത്ത് സഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഫിക്സ് ചേർന്ന എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആന്റണിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സഫിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സഫിക്സ് എന്ന് പറയുമ്പോൾ ഒരു വാക്കിന് ശേഷം വരുന്നതാണ് സഫിക്സ്. പക്ഷെ ഈ പറയുന്ന വാക്കിൽ എന്തുണ്ട്? സഫിക്സും ഉണ്ട്, പ്രിഫിക്സും ഉണ്ട്. സഫിക്സും ഉണ്ട്, പ്രിഫിക്സും. കാരണം കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സഫിക്സ് ഉണ്ട്, ഏബിൾ സഫിക്സ്. അപ്പോൾ ഇവിടെയും സഫിക്സ് ഉണ്ട്. പക്ഷെ അപ്പം ഇതിനെ ആന്റണിം ആക്കണമെങ്കിൽ നമുക്കൊരു പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടി വന്നു. ചോദ്യം എന്താണ്? സഫിക്സ് വെച്ചുകൊണ്ട് നമുക്ക് ആന്റണിം ആക്കാൻ പറ്റുന്ന ഏത്? അപ്പൊ സഫിക്സും പ്രിഫിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കിന് തൊട്ടു മുമ്പ് വരുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ കംഫർട്ട്, അതിന് തൊട്ട് മുമ്പ് ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് വന്നു. കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഏബിൾ എന്ന് പറയുന്ന സഫിക്സ് വന്നു. സഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കിന് ശേഷം വരുന്നതിനെ നമ്മൾ സഫിക്സ് എന്ന് പറയുന്നു. പ്രീ നമുക്കറിയാലോ മുന്നേ വരുന്നത്, പ്രിഫിക്സ്. സഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വാക്കിന് ശേഷം വരുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വാക്കിന് ശേഷം വന്നിരിക്കുന്ന ഏതാ? കണ്ടി LESS എന്ന് പറയുന്നത് ഇതാണ്, ലെസ്. അപ്പൊ കംഫർട്ടബിൾ, കംഫർട്ട്ലെസ്, ഇതാണ് ആൻസറായി നമുക്ക് എഴുതാൻ പറ്റുക. പക്ഷെ അവിടെയും PSC ഈ പറയുന്ന പ്രിഫിക്സ് ചേർത്ത് എഴുതിയിരിക്കുന്നതിനാണ് ആൻസർ കീയിൽ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട്. ഇതിന്റെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ശരിയാകും. പക്ഷെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ കംഫർട്ട്ലെസ് ആണ്. കാരണം സഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ കംഫർട്ട്ലെസ്സിനകത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗീവ് ഇൻ. ഗീവ് ഇൻ എന്ന് വെച്ചാൽ എന്തോ? സറണ്ടർ എന്നർത്ഥത്തില്ല, വഴങ്ങുക എന്നർത്ഥത്തില്ല. ഈ പറയുന്ന ഓപ്ഷനിലും PSC ചെറിയ കുഴപ്പം വരുത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഇവിടെ ഹി ഗേവ് ഇൻ ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്, ഹി ഗേവ് ഇൻ, ഇവിടെ രണ്ടിടത്തും ഗേവ് ഇൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു 2ന്റെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ അവന്റെ സുഹൃത്തിന്റെ റിക്വസ്റ്റിന്
കീഴടങ്ങി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ടു അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ടു ഇല്ല ഈ രണ്ടിടത്ത്. ഇവിടെ ഗേവ് അപ്പ് ആയിട്ട് ഇതും വരില്ല. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ടു ഉണ്ട്, പക്ഷേ ഈ ഇന്നും ടു കൂടെ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. ഗീവ് ഇൻ ടു എന്ന് പറയുമ്പോൾ അർത്ഥം മാറിപ്പോവും. അപ്പം PSC ഇവിടെ കൊടുക്കേണ്ടത് എങ്ങനെയായിരുന്നു? ഹി ഗേവ് ഇൻ, പിന്നെ സ്പേസ് ഇട്ടിട്ട് വേണമായിരുന്നു ടു കൊടുക്കേണ്ടത്. ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്, അങ്ങനെ ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ഇൻ ടു ചേർന്നപ്പോഴത്തേക്കിന് ഇവിടെ ഗേവ് ഇൻ ടു എന്ന് പറയുമ്പോൾ കീഴടങ്ങുക എന്നൊരു അർത്ഥമല്ല നൽകുന്നത്, വേറെ അർത്ഥമാണ് വരിക. അപ്പം അങ്ങനെ ആകുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയാൻ ഇല്ല ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ. പക്ഷേ PSC A എന്ന് പറയുന്ന ഓപ്ഷനാണ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. കാരണം ഇതായിരിക്കും PSC ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉദ്ദേശിക്കുമ്പോഴും ഈ ഇന്നും ടൂവും തമ്മിൽ എന്ത് വേണം? ഇടയ്ക്കൊരു സ്പേസ് വേണം, ഇല്ലേ കറക്റ്റ് ആവുകയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറണ്ട്. അതായത് ജെറണ്ടിന്റെ ശരിയായ ഉപയോഗത്തിൽ എഴുതിയിരിക്കുന്ന സെന്റൻസ് ഏത്? നമുക്കറിയാം ജെറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ING ചേർന്ന് വന്നിരിക്കുന്ന വെർബാണ് ജെറണ്ട്. അങ്ങനെ ING ചേർന്ന എല്ലാം എന്താണെന്നില്ല, ജെറണ്ട് ആകണമെന്നില്ല. എന്തുമാകാം? പ്രസന്റ് പാർട്ടിസിപ്പിളും ആകാം. ഈ പ്രസന്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ജെറണ്ട് എപ്പോഴും ഒരു നൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, എന്നാൽ പ്രസന്റ് പാർട്ടിസിപ്പിളോ വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതാണ് ആ വ്യത്യാസം. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ ING ചേർന്ന് വന്നിരിക്കുന്നുണ്ട്, ഇവിടെ മാത്രമേ ഉള്ളൂ സ്വിമ്മിങ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ആൻസറിലേക്ക് എത്താം. ഹി എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? അതായത് വാക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗത്തെ നമുക്ക് വിളിക്കാം വെർബോസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, എന്താണ് എലക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാചാലത എന്നാണ് എലക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആൻസർ A ആണ്. കൺസിയസ്നെസ് എന്ന് പറയുന്നാലും ലക്കോണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെവിറ്റി എന്നർത്ഥം. ഷോർട്ട്, ചുരുക്കം, ആൻഡ് എസൻസ് എന്നൊക്കെയാണ് ഈ പറയുന്ന രണ്ടിൻ്റെയും അർത്ഥം. കൺസിയസ്നെസിൻ്റെയും അതുപോലെ ലാക്കോണിസത്തിൻ്റെയും അർത്ഥം. ഇവിടെ ചോദ്യം ഇതാണ്, എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് ആണ്. അതിൻ്റെ ആൻസർ A എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടർ സ്പീച്ച്. ഈ തന്നിരിക്കുന്നത് ശരിയായ റിപ്പോർട്ടർ സ്പീച്ച് ഏത്? നോക്കുമ്പോൾ ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ സെഡ്. ബട്ട് ഷീ സെഡ് ദാറ്റ്. ഷീ ഐ എന്തായി മാറും? ഷീ ആയി മാറും. ഈ വോണ്ട് എന്ന് പറയുന്നതാണ് വിൽ നോട്ട് ആണ്. ആ വിൽ നോട്ട് എന്തായി മാറണം? നോട്ട് ആവണം, അതായത് വുഡൻറ്റ് എന്നാവണം. പിന്നെ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ബട്ട് ഷീ സെഡ് ദാറ്റ് ഷീ വുഡൻറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. ശരിയായ മസ്കുലിന് അതുപോലെ ഫെമിനിൻ ജെൻഡർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ചെയ്തു. നമുക്ക് ടൈഗ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫെമിനിൻ ജെൻഡർ ആണ്. അപ്പോൾ ഹിസ് എന്ന് വരത്തില്ല, ഹെർ എന്നാണ് വരേണ്ടത്. ഇത് തെറ്റാണ്. പിക്സിനും എന്താണ്? ഫെമിനിൻ ജെൻഡർ ആണ്. അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഹെർ എന്നാണ് വരേണ്ടത്. ഇവിടെ ഹിസ് എന്ന് വന്നു, അത് തെറ്റാണ്. സ്റ്റാലിൻ എന്ന് പറയുമ്പോൾ എന്താണ്? മസ്കുലിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹിസ് എന്ന് നമുക്ക് എഴുതാം. ഇത് കറക്റ്റാണ്. ലയൺ മസ്കുലിനാണ്, പക്ഷെ ഇവിടെ ഹെർ ആണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് ഈ പറയുന്ന C എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. അതായത് ശരിയായ വാക്കുകളുടെ ഉപയോഗം കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ആ യോദ്ധാവ് സൺസെറ്റിലേക്ക് തൻ്റെ ഹോഴ്സിനെ റൈഡ് ചെയ്ത് പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം യോദ്ധാവ് എന്ന് പറഞ്ഞെങ്കിൽ നൈറ്റ്, അതായത് KNIGHT നൈറ്റ് ആണ് വരേണ്ടത്. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഇവിടെയൊക്കെയാണ് അവിടെ Aയും അതുപോലെ തന്നെ Cയും. ഇനി റോഡ്, റൈഡിന്റെ പാസ്റ്റ് ടെൻസ് റോഡ്. ആ റോഡ് എങ്ങനെയാണ്? RODE റോഡ്. ഇവിടെ നോക്കുമ്പോൾ ROAD റോഡാണ്, അത് തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ ROE റോഡ്. പിന്നെ ഹിസ് ഹോഴ്സ് ഇൻ ദ സൺസെറ്റ്. അങ്ങനെ ആകുമ്പോൾ ഹിസ് C എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, വിച്ച് സെന്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി. നമുക്കറിയാം കമ്പാരിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? മോറ് ചേരുന്നതാണ്. ഓക്കെ, പിന്നെ ഇപ്പം ദാനും കൂടെ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മോർ ഫാസ്റ്റർ എന്ന് പറയത്തില്ല, ഒന്നീ ഫാസ്റ്റർ അല്ലെങ്കിൽ മോർ ഫാസ്റ്റ്. അപ്പോൾ ഇത് തെറ്റാണ്. ഈ ഫാസ്റ്റ് ദാൻ എന്ന് പറയത്തില്ല, അതും തെറ്റാണ്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഫാസ്റ്റർ ദാൻ, ഇത് കറക്റ്റാണ്. ഫാസ്റ്റ്ലി ദാൻ എന്ന് പറയത്തില്ല. അപ്പോൾ C എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ? ഇതാണ് ടു സ്പിൽ ദ ബീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രഹസ്യം വെളിപ്പെടുത്തുക, ടു റിവീൽ എ സീക്രട്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ വെർബ്.
ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ശരിയായ വെർബിന്റെ ഉപയോഗത്തിൽ എഴുതിയിരിക്കുന്ന സെനൻസ് ചെയ്ത് ഇവിടെ കുട്ടി ഉറങ്ങിപ്പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ ചൈൽഡ് ഫെൽ അസ്ലീപ്പ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഫെൽ അസ്ലീപ്പ് എന്ന് വന്നിരിക്കുന്നത് ഏതാ? ഇവിടെ ഫാളൻ അസ്ലീപ്പ് എന്ന് വന്നിരിക്കുന്നത് അത് തെറ്റാണ്. എന്നാൽ ഇവിടെ ഫെൽ അസ്ലീപ്പ് ഇത് കറക്റ്റാണ്. ഇതും തെറ്റാണ്, ഇതും തെറ്റ്. അപ്പോൾ ഇതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. നമുക്കറിയാം റെയർലി നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ഇല്ലാത്തായിരിക്കണം ടാഗായി വരേണ്ടത്. ഇവിടെ നെഗറ്റീവ് ഇല്ലാതായി വന്നിരിക്കുന്നത് എയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിയുമാണ്. സിക്കകത്തും ബിക്കകത്തും നെഗറ്റീവ് ഉണ്ട്. സോറി, ഇതും നെഗറ്റീവാണ്, ഡസ് നോട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത് ഈസിൻറ്റ്, ഡസ് നോട്ട് ഷീ, ഡസ് ഡോണ്ട് ഷീ. അപ്പോൾ അങ്ങനെ അല്ലാത്തത് ഡസ് ഷീ. ഇത് നമുക്ക് ആൻസർ ആയിട്ട് പെട്ടെന്ന് എഴുതാം. നോക്കാം ശരിയാണോ എന്ന്. നോക്കുമ്പോൾ ഈറ്റ്സിനകത്ത് സഹായക്രിയത ഡസ് ആണ്. ഡസ് എഴുതുക, എന്നിട്ട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ നോട്ട് എഴുതണ്ട. പിന്നെ റെബേക്കയുടെ പ്രൊനൗൺ എന്താണ്? ഷീ. അപ്പോൾ ഡസ് ഷീ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ടൈം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്. വംശഹത്യ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വൺ വേർഡ് എന്തായിരിക്കും? ജിനോസൈഡാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. xenophoബിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രേഞ്ചേഴ്സിനെ കുറിച്ചുള്ള ഭയം, ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് ഓർ ഫോറിനേഴ്സ്. അപരിചിതരോടുള്ള ഭയം ആണ് xenophoബി. മിസോജിനി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ത്രീകളോടുള്ള വെറുപ്പ്. എത്നിസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വംശീയത. ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത എന്താണ്? സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ വേർഡ് ഗിവൺ. മെറ്റിക്കുലസിന്റെ സിനോണിം എഴുതാനാണ്, സെയിം മീനിങ് എഴുതാനാണ് ചോദ്യം. എന്തായിരിക്കും? കെയർഫുൾ ആണ്. കെയർഫുൾ ഇതാണ് കറക്റ്റ്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.